Good afternoon. Okay. Good afternoon. എല്ലാവർക്കും good afternoon. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ട്ടോ. ഓക്കെ. അപ്പൊ കഴിഞ്ഞ ദിവസം എടുത്തതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കിയിരുന്നോ? കഴിഞ്ഞ ദിവസം നമ്മള് മെഡിക്കൽ ഇൻഷുറൻസിന്റെ ടേംസുകളൊക്കെ പരിചയപ്പെട്ടു അല്ലേ? പലതരം ടേംസുകൾ നമ്മൾ പരിചയപ്പെട്ടു. ആരാണ് ഇൻഷുർഡ്, അതുപോലെ ഇൻഷുറർ ആരാണ്, അല്ലെ? ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്താണ്, പ്രീമിയം എന്താണ്, ക്ലെയിം എന്താണ്, അല്ലെ? രണ്ട് ടൈപ്പ് ക്ലെയിം നമ്മൾ പഠിച്ചു അല്ലെ? ഫസ്റ്റ് പാർട്ടി ക്ലെയിം ഉണ്ട്, തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ട്, അങ്ങനെ അല്ലെ? പിന്നെ നമ്മൾ കണ്ടത് സാധാരണയായിട്ട് ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം കൊണ്ടുള്ള അഡ്വാൻറ്റേജസ്, പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്, പിന്നെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ കവർ ചെയ്തു പോകുന്ന എക്സ്പെൻസുകൾ അല്ലെ, ചെലവുകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ കണ്ടിരുന്നു. പിന്നെ എക്സ്ക്ലൂഷൻ കേസസും പഠിച്ചു അല്ലെ? അതായത് ഒരു ഇൻഷുറൻസ് കവറേജിൽ ഉൾപ്പെടാത്ത ചില മെഡിക്കൽ കണ്ടീഷൻ. ആരുടെ ലിസ്റ്റ് ആയിരുന്നു നമ്മൾ കണ്ടത്? IRDAI അല്ലെ? ഓർമ്മയുണ്ടല്ലോ? ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മെഡിക്കൽ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞിരുന്നു അല്ലെ? അപ്പം അതൊന്നും തന്നെ എന്താണ് ഇൻഷുറൻസ് കവറേജിനകത്ത് ഉൾപ്പെടുന്നതല്ല. പിന്നെ വെയിറ്റിംഗ് പീരീഡ് ജസ്റ്റ് ഞാനത് ഒരു 15 മിനിറ്റ് കയറിയ സമയത്ത് പറഞ്ഞിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തുടങ്ങാം കേട്ടോ. വെയിറ്റിംഗ് പീരീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു ഇൻഷുറൻസിലെ ഒരു നിശ്ചിത കാലയളവാണ് കേട്ടോ. ആ ഒരു കാലയളവില് നമുക്ക് എന്ത് ലഭിക്കില്ല? ചികിത്സകളോ അല്ലെങ്കിൽ മറ്റുള്ള എന്താ പറയാ ക്ലെയിം അല്ലെ, ക്ലെയിം റിക്വസ്റ്റ് ചെയ്യാനോ മറ്റു ചികിത്സകളോ ആനുകൂല്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കില്ല. ആ ഒരു കാലയളവാണ് നമ്മൾ വെയിറ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു കാലയളവിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ നിന്നുള്ള പരിരക്ഷകൾ ലഭിക്കുള്ളൂ. നമ്മൾ പറഞ്ഞത് ഡിസീസ് നോട്ട് കവേർഡ് അണ്ടർ ദ വെയിറ്റിംഗ് പീരീഡ്. ആ ഒരു വെയിറ്റിംഗ് പീരീഡ് സമയത്ത് എന്താണ്, ആ വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യപ്പെടാത്ത ചില പ്രത്യേക അസുഖങ്ങൾ ഉണ്ട് അല്ലെ? അതെന്ന് പറഞ്ഞാൽ വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുന്നത് മാത്രമേ ഉള്ളൂ. ആ ടൈം കഴിഞ്ഞാലും, വെയിറ്റിംഗ് ടൈം കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇത്തരം രോഗങ്ങൾക്ക് പരിരക്ഷ ലഭിക്കും. പക്ഷെ ആ ഒരു കാലയളവിൽ, ആ ഒരു വെയിറ്റിംഗ് പീരീഡ് അത് എത്ര വേണമെങ്കിലും ആവാം. ചിലപ്പോൾ 1 വർഷം മുതൽ 4 വർഷം വരെയൊക്കെ ആവാം. ഓക്കെ. അപ്പൊ ആ കാലയളവിൽ നമുക്ക് കവറേജ് ലഭിക്കാത്ത ചില അസുഖങ്ങളുടെ പേരുകൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസർ, എനി ഫോംസ് ഓഫ് ഫിസ്റ്റുല, ബിനൈൻ പ്രോസ്റ്റാറ്റിക് ഹൈപ്പർട്രോഫി അഥവാ PPH. നമ്മൾ പറഞ്ഞല്ലോ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിൽ വരുന്ന വീക്കമാണ്. അതുപോലെ തന്നെ ഹെമറോയിഡ്സ് ആൻഡ് പൈൽസ്. ഗുഡ് ആഫ്റ്റർനൂൺ. പിന്നെന്താണ്? അതന്നെ ഹെർണിയ, കാറ്ററാക്ട് തിമിരമാണ്. അഡിക്ഷൻ ട്രീറ്റ്മെന്റുകൾ അല്ലെ? നമ്മളിപ്പോ എന്തെങ്കിലും അഡിക്ഷൻ ആയിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് പിൻവലിയാനുള്ള ട്രീറ്റ്മെന്റുകൾ, ഇപ്പൊ തെറാപ്പികളായിരിക്കാം, ചിലപ്പോൾ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ്, അത് പ്രത്യേകം അതിനകത്ത് പറയുന്നുണ്ട്. എന്താണ്? ആക്സിഡന്റ് അല്ലാതെ വരുന്ന ഡെന്റൽ ട്രീറ്റ്മെന്റ്സുകളാണ്. ചിലപ്പോൾ ആക്സിഡന്റ് സംഭവിച്ച് നമ്മൾ പല്ല് പൊട്ടി പോകാൻ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആക്സിഡന്റ് അല്ലാതെ വരുന്ന പരിക്കുകൾ, ഇഞ്ചുറീസ് ഒക്കെ ആയിരിക്കാം. അതെ. അടുത്തെന്താണ്? ജെനറ്റിക് ഡിസീസ് ഓർ കൺജനിറ്റൽ കണ്ടീഷൻസ് അല്ലെ? ജനിതക വൈകല്യങ്ങളും അതുപോലെ തന്നെ ബൈ ബർത്തിലൂടെ ഉണ്ടാവുന്ന അസുഖങ്ങൾ. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കും. നിങ്ങളോട് ചോദിക്കാം കേട്ടോ. വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത, താഴെ തന്നിരിക്കുന്നതിൽ ഒരു വെയിറ്റിംഗ് പീരീഡിൽ കവർ ചെയ്യാത്ത അസുഖങ്ങൾ ഏതൊക്കെയാണ് എന്ന് ചോദിക്കാം. അപ്പൊ അത് കൃത്യമായിട്ട് ആ ഒരു ലിസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എന്താന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ? കാര്യം നമ്മൾ മെഡിക്ലെയിം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറേയും കൂടെ എന്താണ്, കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു ഇൻഷുറൻസ് കവറേജ് കൊടുക്കുന്ന ഒന്നാണ് ഹെൽത്ത് ഇൻഷുറൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി ഹെൽത്ത് ഇൻഷുറൻസുകൾ തന്നെ എത്ര ടൈപ്പുകളാണ് ഉള്ളത്? പല പല ടൈപ്പുകളുണ്ട്. ഓക്കെ. ഇപ്പൊ പ്രധാനമായിട്ട് നമുക്ക് 5 ടൈപ്പുകളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനായിട്ട് തന്നിരിക്കുന്നത്. ഏതൊക്കെയാണ് 5 ടൈപ്പ് എന്ന് പറഞ്ഞാല്? ഒന്ന് ഹോസ്പിറ്റലൈസേഷൻ കവർ. ഒന്നാമത്തെ എന്താണ്? ഹോസ്പിറ്റലൈസേഷൻ കവർ. സെക്കൻഡ് എന്താണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ. മൂന്നാമത്തെ എന്താണ്? ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. നാലാമത്തത് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ഓക്കെ. അഞ്ചാമത്തത് എന്താണ്?
ടോപ്പ് അപ്പ് കവർ, അങ്ങനെ 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. 5 കേട്ടോ. കുറെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ആ 5 ഒന്ന് ജസ്റ്റ് പറയാം, പറഞ്ഞിട്ട് നമുക്ക് വായിക്കാം. സിമ്പിൾ ആണ് കേട്ടോ, വളരെ ഈസി ആണ്. എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറഞ്ഞാൽ? കവർ നമ്മൾ പറഞ്ഞല്ലോ, ഓരോ ഇൻഷുറൻസും പലതരത്തിലുള്ള പോളിസികളും പലതരത്തിലുള്ള കവറേജുകളാണ് കൊടുക്കുന്നത്. എല്ലാ പോളിസിയും ഒരുപോലെയല്ല, അതിൽ കൊടുക്കുന്ന കവറേജും എല്ലാം ഒരുപോലെയല്ല. പിന്നെ ഞാനൊരു അറിവിലേക്കായിട്ട് പറയാണ്, പോളിസി എന്ന് പറയുന്നതും കവർ എന്ന് പറയുന്നതും രണ്ടാണ് കേട്ടോ. കവർ എന്ന് പറഞ്ഞാൽ പരിരക്ഷ കൊടുക്കുക എന്നുള്ള അർത്ഥമാണ്. പോളിസി എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ആണ്, ഒരു കരാറാണ് അല്ലെ. പോളിസി ഹോൾഡറും അതുപോലെ തന്നെ ഇൻഷുററും തമ്മിലുള്ള ഒരു കരാറാണ്. അതിലധികം നമ്മൾ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമാക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്. കവർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ പോളിസിക്ക് കീഴിൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സുകളാണ്, പ്രയോജനങ്ങളാണ് അവിടെ കവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കുറച്ച് കവറുകളാണ് നമ്മൾ പഠിക്കുന്നത്. ആദ്യത്തെ ഹോസ്പിറ്റലൈസേഷൻ കവർ, ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം, ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതിന് ശേഷം ലഭിക്കുന്ന പരിരക്ഷയാണ്, അല്ലെങ്കിൽ അഡ്മിറ്റ് ആയതിനു ശേഷം നമുക്ക് ലഭിക്കുന്ന ആ ഒരു കവറേജ് ആണ്. അതിപ്പോ രോഗം മൂലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് മൂലോ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മെഡിക്കൽ ചെലവുകൾക്കൊക്കെ ഈ പറയുന്ന ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് എന്ത് ലഭിക്കുകയാണ്? പരിരക്ഷ ലഭിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു കവറേജ് ആണ് ഹോസ്പിറ്റൽ കവർ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ അവിടെ നമ്മൾ എങ്ങനെയാണ് ചെലവുകൾ, മെഡിക്കൽ ചെലവുകൾ നമ്മൾ എങ്ങനെ കണക്കാക്കുന്നത്? ആ ഹോസ്പിറ്റൽ ബില്ലുകള്, അതുപോലെ തന്നെ അവിടുത്തെ ഡോക്യുമെന്റ്സ്, ഇതെല്ലാം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ ചെലവുകളെല്ലാം തന്നെ കണക്കാക്കുന്നത്. അതാണ് എന്ത്? ഹോസ്പിറ്റലൈസേഷൻ കവർ. അപ്പൊ അതിനകത്ത് എല്ലാ കവറിങ്ങും ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുമ്പോൾ റൂം റെന്റ് പെടും അല്ലെ, ഡോക്ടറുടെ കൺസൾട്ടേഷൻ ഫീസുകള് അല്ലെ, അതുപോലെ മെഡിസിൻസ്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്ന മെഡിസിൻസ്, എല്ലാം തന്നെ കവറേജുകൾ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. ഓക്കെ, അതാണ് ഹോസ്പിറ്റലൈസേഷൻ കവർ. രണ്ടാമത്തത് എന്താണ്? ഹോസ്പിറ്റൽ ക്യാഷ് കവർ ആണ്. അതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. എന്താണത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാൽ? നമ്മളിപ്പൊ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അത് മെഡിക്കൽ ചെലവുകളെ വഹിക്കാനായിട്ട് കിട്ടുന്ന ഒരു കവറേജ് ആണ് അല്ലെ. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറഞ്ഞാല് ആ ഒരു ഹോസ്പിറ്റൽ, മുമ്പ് നമ്മൾ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ടല്ലോ, അതിനകത്ത് കവർ ചെയ്യാത്ത മറ്റു ചില എക്സ്പെൻസുകളുണ്ട്, സാന്ദർഭികമായിട്ട് വരുന്ന എക്സ്പെൻസുകളുണ്ട്. അത് അവയ്ക്കുള്ള പരിരക്ഷ കൊടുക്കുന്ന ഒരു കവറാണിത് ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. എന്ന് പറയുമ്പോൾ അത് എന്തായിരിക്കും? അത് നോൺ മെഡിക്കൽ എക്സ്പെൻസസുകളായിരിക്കും. മെഡിക്കൽ അല്ലാതെ വരുന്ന എക്സ്പെൻസുകൾ ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മള് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് വരുന്ന ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അതുപോലെ തന്നെ ഒരു പക്ഷെ എന്താണ്, ഇപ്പൊ ഈ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്ന് ആകസ്മികമായിട്ട് അയാൾ അഡ്മിറ്റ് ആയിപ്പെടുന്നു, അയാളുടെ കൂടെ ഒരു ബൈസ്റ്റാൻഡർക്ക് പെട്ടെന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നു, അപ്പൊ അയാൾക്കും കൂടെ സ്റ്റേ ചെയ്യാനുള്ള ഒരു ചെലവ് വരും. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ, ഫുഡ് ആൻഡ് ബിവറേജസ് അങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അത്തരത്തിലുള്ള അതൊക്കെ എന്താണ്? മെഡിക്കൽ അല്ലാത്ത എക്സ്പെൻസുകളാണ് അല്ലെ, നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. അപ്പൊ അത് വഹിക്കാനായിട്ട് അതിന് പരിരക്ഷ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ഒന്നുമില്ല, വ്യത്യാസം ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ ക്യാഷ് കവർ എന്താ? മെഡിക്കൽ എക്സ്പെൻസസ് വഹിക്കുന്നതാണ്. ഇവിടെ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ എന്താണ്? ആ ഒരു ഹോസ്പിറ്റൽ, മുന്നേ പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് ഉൾപ്പെടുത്താത്ത ചില ചെലവുകളുണ്ട് എന്ന് പറഞ്ഞത് അധികം എന്തായിരിക്കും? നോൺ മെഡിക്കൽ എക്സ്പെൻസസുകളായിരിക്കും. അത് വഹിക്കുന്ന, അതിന് പരിരക്ഷ കൊടുക്കുന്ന ഒരു കവറേജ് ആണ് കേട്ടോ ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ എന്താന്ന് വെച്ചാല് മൂന്നാമത്തെ വരുന്നത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ ആണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ, ക്രിട്ടിക്കൽ ഇൽനെസ് ആണ്. അതായത് ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക്, ഗുരുതരമായ അസുഖം എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിലുള്ളത് ഇപ്പൊ ക്യാൻസർ, അതുപോലെ തന്നെ സ്ട്രോക്ക്, ഹാർട്ട് അറ്റാക്ക് അങ്ങനെയൊക്കെ വരില്ലേ. അതുപോലെ തന്നെ എന്താണ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ ട്രീറ്റ്മെന്റുകള്, അതൊക്കെ. ഓക്കെ, അപ്പൊ ഏതാണ് ചാപ്റ്റർ? ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ് കേട്ടോ, ചാപ്റ്റർ മെഡിക്കൽ ഇൻഷുറൻസ്. ഓക്കെ, ചാപ്റ്റർ ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമ്മൾ ക്ലാസ് ഒക്കെ എടുത്ത് ഒരു പകുതിയോളം എത്തുമ്പോഴാണ് നിങ്ങൾ വളരെ ലാഘവത്തോടു കൂടി ചോദിക്കുന്നത് ചാപ്റ്റർ ഏതാണെന്നുള്ളത്. ഓക്കെ, ഒന്ന് നോക്കിയിട്ട് കയറുക കേട്ടോ. ഓക്കെ, ശ്രദ്ധിക്കാം. ക്രിട്ടിക്കൽ ഇൽനെസ് മെഡിക്കൽ ഇൻഷുറൻസ് ആണ് കേട്ടോ നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ.
അപ്പൊ നമ്മൾ ക്രിട്ടിക്കൽ ഇൽനെസ് കവറിനെ കുറിച്ച് പറഞ്ഞത് ഇതാണ്. അപ്പൊ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് ആ ഒരു പരിരക്ഷ ലഭിക്കുകയാണ്. ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ എന്ന് പറയുമ്പോൾ ക്യാൻസർ ആവാം, ഹാർട്ട് അറ്റാക്ക് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളാവാം. അപ്പൊ അത്തരം ക്രിട്ടിക്കൽ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ, ക്രിട്ടിക്കൽ അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ, ക്രിട്ടിക്കൽ എക്സ്പെൻസുകളൊക്കെ വന്നു കഴിയുന്ന സമയത്ത് എന്തുണ്ടാവും, നമുക്ക് അതിനെ റിക്കവർ ചെയ്ത് വരാനായിട്ട് കുറച്ച് താമസം എടുക്കും. ശരിയല്ലേ? റിക്കവർ ചെയ്തെടുക്കാനായിട്ട് കുറച്ച് താമസം നമുക്ക് എടുക്കും. അപ്പൊ ആ സമയത്ത് വരുന്ന ചില എക്സ്പെൻസുകളുണ്ട് അല്ലെ. നമ്മളിപ്പോ ഒരു സോഴ്സ് ഓഫ് ഇൻകം, ഒരു കുടുംബത്തിലെ വരുമാന മാർഗമായിട്ടുള്ള ഒരു വ്യക്തിക്ക് ഒരു ഗുരുതര അസുഖം വന്നു കരുതി, കെയർക്ക് ട്രീറ്റ്മെന്റ് കൊടുത്തു. ആ ട്രീറ്റ്മെന്റിൽ നിന്ന് അതിനെ റിക്കവർ ചെയ്ത് വരാൻ ചിലപ്പോൾ കാലങ്ങളോളം സമയം എടുക്കും. സ്ട്രോക്ക് ഒക്കെ വരികയാണെങ്കിൽ അല്ലെ, ഇപ്പൊ ചിലപ്പോൾ പാരലൈസ് ചെയ്ത് തളർന്നൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കുറെ നാളത്തോളം ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്തിട്ടാണ് അയാൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പറ്റുള്ളൂ. ആ സമയത്ത് ഉണ്ടാകുന്ന കുടുംബത്തിന്റെ ചെലവുകള്, മറ്റു പല ആകസ്മികമായിട്ടുണ്ടാകുന്ന ചെലവുകള്, അതൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യും കേട്ടോ. ഓക്കെ ആണല്ലോ ക്രിട്ടിക്കൽ ഇൽനെസ് കവർ. അടുത്തതാണ് എന്ത്? പേഴ്സണൽ ആക്സിഡന്റ് കവറാണ് കേട്ടോ. പേഴ്സണൽ ആക്സിഡന്റ് കവർ. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ എന്തായിരിക്കും? ആക്സിഡന്റ് മൂലം, ആക്സിഡന്റിനുള്ളതാണ് മിക്കവരും എടുക്കുന്ന ഒരു ഇൻഷുറൻസ്, ആക്സിഡന്റ് ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ആക്സിഡന്റ് മൂലം ഉണ്ടാകുന്ന പരിക്കുകള് അല്ലെങ്കിൽ അത്തരം അപകടങ്ങള്, അങ്ങനെയുള്ള മെഡിക്കൽ ചെലവുകൾക്കൊക്കെ പരിരക്ഷ കൊടുക്കുന്ന ഒരു കവറേജ് ആണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതാണ് ലാസ്റ്റ് വൺ. എന്താണ്? അഞ്ചാമത്തത് ടോപ്പ് അപ്പ് കവറാണ്. ടോപ്പ് അപ്പ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? അത് വേറൊന്നുമല്ല, നിലവിലെടുത്തിട്ടുള്ള എന്താ പറയാ ഹോസ്പിറ്റൽ ഇൻഷുറൻസ് ഉണ്ടായിരിക്കുന്ന പോളിസി, അതിന്റെ തന്നെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് അല്ലെങ്കിൽ ഒരു ആഡ് ഓൺ ആയിട്ട്, അതിന്റെ ഒരു എക്സ്റ്റൻഷൻ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു വിപുലീകരണമായിട്ടുള്ള ഒരു കവറേജ് ആണിത് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടുണ്ട്. ഓരോ പോളിസിക്കും ചിലപ്പോൾ ഇത്ര രൂപ വരെയുള്ള ഇതിനായിരിക്കും അവിടെ കവറേജ് കൊടുക്കുന്നത്. ഇപ്പൊ 10 ലക്ഷം രൂപ വരെയുള്ള ചെലവുകൾ ആ ഒരു ഇൻഷുറൻസ് പോളിസിയിൽ കയറി പോകുമെന്ന് വിചാരിക്കാം. പക്ഷെ നമ്മള് ഒരു പക്ഷെ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് എല്ലാം കഴിഞ്ഞ് വരുമ്പോ 10 ലക്ഷം രൂപ അതിൽ ആ ഒരു കവറേജിൽ കിട്ടുന്ന എമൗണ്ട് തീർന്നു പോയി, എക്സ്ഹോസ്റ്റ് ആയിപ്പോയി. തീർന്നു പോകുമ്പോൾ പിന്നീട് വരുന്ന ഉയർന്ന ചെലവുകൾക്ക് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിലവിലുള്ള ഹോസ്പിറ്റലൈസേഷൻ കവറിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ന് പറയുന്നത്. ആ ഒരു പരിധി, ആ ഒരു കവറേജിൽ ലഭിക്കുന്നതിനേക്കാളും അപ്പുറത്തൊരു ചെലവ് വന്നാല് സ്വാഭാവികമായിട്ട് നമുക്ക് എന്തവിടെ ഹെൽപ്പ് ചെയ്യും? ടോപ്പ് അപ്പ് കവർ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആണ് പറഞ്ഞത്? ഇതാണ് 5 ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ്. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണോ? എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ട്? എന്നിട്ട് നമുക്ക് വായിക്കാം, പെട്ടെന്ന് മനസ്സിലാവും. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ നമുക്ക് വായിക്കാലോ. അപ്പൊ ആദ്യത്തെ നോക്കാം കേട്ടോ. ഹോസ്പിറ്റലൈസേഷൻ കവർ നോക്കുക. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് എന്ന് പറഞ്ഞാൽ ആരാണ്? പോളിസി ഹോൾഡർ ആണ് അല്ലെ. ഇൻഷുർ ചെയ്തിട്ടുള്ള വ്യക്തി അഥവാ എന്താണ്? പോളിസി ഹോൾഡർ. അദ്ദേഹം, അപ്പൊ അത് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്നാണ് പറയുന്നത്. ഹോസ്പിറ്റലൈസേഷൻ കവർ പ്രൊവൈഡ്സ് ദ ഇൻഷുർഡ് a cover for all the expenses arising out of hospitalization owing to treatment needed for illness or accident. അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അത്രയേ ഉള്ളൂ പോയിന്റ്. ആക്സിഡന്റ് മൂലോ രോഗം മൂലോ ഒരു രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ചെലവുകൾക്ക് പരിരക്ഷ കൊടുക്കുന്ന ഒരു എന്താ പറയാ ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്ന് പറയുന്നത്. ഓക്കെ, ദിസ് ഈസ് അത് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് പോയിന്റ് ആണത്. അത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്ത കാര്യങ്ങൾ ജനറൽ ആയിട്ട് പറയാണ്. ദിസ് ഈസ് എൻ ഇൻഡെംനിറ്റി കവർ വിച്ച് ഇൻഷുർസ് മേക്കിംഗ് ഗുഡ് ഫോർ ദ ലോസ് ദ ഇൻഷുർഡ് ഈസ് സഫറിംഗ് ഫ്രം. അതായത് ഇൻഡെംനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഡെംനിറ്റി നഷ്ടപരിഹാരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു നഷ്ടപരിഹാരം ഒരു സ്കീമാണ് ശരിക്കും. അതിനുള്ളൊരു കവറാണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ നഷ്ടം അനുഭവപ്പെടുന്ന അല്ലെങ്കിൽ ഈ പോളിസി ഹോൾഡർക്ക് അനുഭവപ്പെട്ട എല്ലാ നഷ്ടങ്ങളും നികത്താനായിട്ട് നമുക്ക് ഈ ഒരു ഹോസ്പിറ്റലൈസേഷൻ കവർ അവരെ സഹായിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇത് ഇൻഡെംനിറ്റി കവർ എന്ന് പറയാനായിട്ട് കാരണം. ഇനി നോക്കാം, ഇപ്പൊ എന്താ പറഞ്ഞത്? ഓക്കെ, ഓൾ ദ എക്സ്പെൻസസ് ആർ നെറ്റ് ബേസ്ഡ് ഓൺ ദ ഡീറ്റെയിൽസ് മെൻഷൻഡ് ഓൺ റിക്വയർഡ് ബിൽസ് ആൻഡ് ഹോസ്പിറ്റൽ ഡോക്യുമെന്റ്സ്. Each cover comes with its own coverage, exclusion and limitations. അപ്പോ നമ്മൾ ഈ ഒരു ചെലവുകൾ കണക്കാക്കുന്നത് ഹോസ്പിറ്റൽ ബില്ലുകളുടെയും
ഡോക്യുമെന്റ്സിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ ബില്ലുകൾ കണക്കാക്കുന്നത് അല്ലെ. ഇനി നമ്മൾ ഓരോ കവർ എടുത്തപ്പോൾ തന്നെ നമ്മൾ ഓരോരോ കവറുകൾ പരിചയപ്പെട്ടു, 5 ടൈപ്പ് പറഞ്ഞു. അതിലെല്ലാത്തിലും വ്യത്യാസമുണ്ട്. അത് അവർ കവറേജ് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട് അല്ലെ, അവര് ഒഴിവാക്കുന്ന കാര്യങ്ങൾക്ക് വ്യത്യാസമുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, കവറേജസ് ഉണ്ട്, അതുപോലെ എക്സ്ക്ലൂഷൻസ് ഉണ്ട്. എല്ലാ പോളിസി ഒരുപോലെ അല്ലല്ലോ. ചില പോളിസികൾ ചില പ്രത്യേക രീതിയിലുള്ളതായിരിക്കും, മറ്റു ചിലത് വേറെ രീതിയിലുള്ളതായിരിക്കും. അതാണ് അവിടെ പറഞ്ഞത്. ഓരോ കവറിനും അതിൻ്റെതായ കവറേജ്, അതുപോലെ ചില എക്സ്ക്ലൂഷൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഹോസ്പിറ്റലൈസേഷൻ കവർ എന്താണ്. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കും. ഓക്കെ, രണ്ടാമത്തതാണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. നമ്മൾ അവിടെ പറഞ്ഞ എന്താണ്, മുന്നേ ആദ്യം പറഞ്ഞ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് ഉൾപ്പെടാത്ത ചില ചെലവുകൾ, സാന്ദർഭികമായിട്ടുള്ള ചെലവുകൾ എന്ന് പറഞ്ഞ നോൺ മെഡിക്കൽ ആയിട്ടുള്ള എക്സ്പെൻസസ്, അങ്ങനെയുള്ളതിന് പരിരക്ഷ കൊടുക്കുന്ന ഒരു ഇതാണ് കേട്ടോ ഹോസ്പിറ്റൽ ക്യാഷ് കവർ. നമുക്ക് വായിക്കാം. ഹോസ്പിറ്റൽ ക്യാഷ് കവർ അറ്റൻഡ്സ് ടു ദോസ് എക്സ്പെൻസസ് വിച്ച് ആർ നോട്ട് കവേർഡ് അണ്ടർ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. അണ്ടർലൈൻ ചെയ്തിരിക്കാം. പറഞ്ഞ മനസ്സിലായല്ലോ. Though the hospitalization covers medical expenses, there are also incidental expenses which are non-medical in nature. ഒരുവിധം എല്ലാ ചെലവുകളും ഏതിനകത്ത് കയറിപ്പോയിക്കോളും, ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് കയറിപ്പോയിക്കോളും. എങ്കിൽ കൂടിയും മറ്റു ചില എന്താ പറയാ ചെലവുകളുണ്ട്, അതിനകത്ത് ഉൾപ്പെടാത്ത ചില ചെലവുകളുണ്ട്. അതെന്ന് പറഞ്ഞ നോൺ മെഡിക്കൽ എക്സ്പെൻസുകളാണ്. അത് തന്നെ ഫുഡ്, റൂം റെന്റ്. ഓക്കെ, റൂം റെന്റ് ഒക്കെ അധികം ഹോസ്പിറ്റലൈസേഷൻ കവറിൽ പോവാറുണ്ട്. പോവാത്ത കേസിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത് ഉപകരിക്കും കേട്ടോ. For example, expenses due to traveling to and from the hospital or stay, special dietary food expenses. Okay, നമ്മൾ ഹോസ്പിറ്റലിൽ പോവാ വരിക, അതുപോലെ സ്റ്റേ ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ഈ പറയുന്ന ഫുഡ് എക്സ്പെൻസസ് അല്ലെ, നമ്മൾ കഴിക്കുന്ന എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡുകൾ നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളതൊന്നും അങ്ങനെയുള്ള നോൺ മെഡിക്കൽ എക്സ്പെൻസസിനൊക്കെ പരിരക്ഷ കൊടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഹോസ്പിറ്റൽ ക്യാഷ് കവർ. ക്ലിയർ ആണല്ലോ. അടുത്തത് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ കേട്ടോ. ആദ്യത്തെ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ട് മാർക്ക് ചെയ്ത് വെക്കുക കേട്ടോ. ക്രിട്ടിക്കൽ ഇൽനെസ് പോളിസി ഇസ് എ ബെനിഫിറ്റ് കവർ ദാറ്റ് കവേഴ്സ് ദ ഇൻഷുർഡ്. ഇൻഷുർഡ് മീൻസ് ആരാണ്? പോളിസി ഹോൾഡർ ആണ് അല്ലെ. ഫോർ എനി സീരിയസ് ഓർ ക്രിട്ടിക്കൽ ഇൽനെസ് അല്ലെ, ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾ, ചില അസുഖങ്ങൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ക്യാൻസർ, പാരാലിസിസ് എന്ന് വെച്ചാൽ എന്താ, തളർന്നു പോവാൻ, സ്ട്രോക്ക് ഒക്കെ വന്നിട്ട് സംഭവിക്കുന്ന അവസ്ഥയാണ് കേട്ടോ. അതുപോലെ മേജർ ഓർഗൻ ട്രാൻസ്പ്ലാന്റ് എക്സെട്ര. അത്രയേ ഉള്ളൂ കേട്ടോ. ഫോർ വിച്ച് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസസ് മേ ഓർ മേ നോട്ട് ബി കവേർഡ് ഇൻ എ പ്യുവർ ഹോസ്പിറ്റലൈസേഷൻ കവർ. ഇങ്ങനെയുള്ള ചില ചെലവുകളൊക്കെ മേ ബി ഒരു പക്ഷെ ഹോസ്പിറ്റലൈസേഷൻ കവറിനകത്ത് കയറി പോവാം, ചെലവ് വഹിക്കപ്പെടാതിരിക്കും. പക്ഷെ എന്താണ്, നമ്മൾ ഇത്തരത്തിലുള്ള മാരക രോഗങ്ങൾക്കൊക്കെ ഇൻഷുർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇങ്ങനെ ഗുരുതര രോഗങ്ങൾ വന്നാൽ റിക്കവർ ചെയ്യാൻ സമയം എടുക്കും, കാലതാമസം എടുക്കും. ആ ഒരു ടൈമില് മറ്റു പല ചെലവുകളും വരും. അതിനൊക്കെയുള്ള പരിരക്ഷ നമുക്ക് ഇതിലൂടെ ലഭിക്കും. ഇതാണ് പറയുന്നത്. സം ഗ്രേവ് ഇൽനെസ് മേ നീഡ് പ്രൊലോങ്ഡ് റിക്കവറി which requires the additional cost such as incidental expenses, possible loss of income or structural changes in the family. അല്ലെ, നമ്മൾ പറഞ്ഞു അഡീഷണൽ ആയിട്ട് വരുന്ന ചില കോസ്റ്റുകൾ, പ്രത്യേകിച്ച് ആ ഒരു വ്യക്തിയാണ് ആ ഒരു വീട്ടിലെ വരുമാന മാർഗമെങ്കിൽ അയാൾക്ക് ഒരു ഗുരുതര അസുഖം വന്നു, അയാളെ ട്രീറ്റ്മെന്റ് കൊടുത്ത് അയാളൊന്ന് റിക്കവർ ചെയ്ത് വരാൻ സമയം എടുക്കും. ആ കാലഘട്ടം മുഴുവൻ ആ ഒരു കുടുംബം എന്തായിരിക്കും, ആ കുടുംബത്തിന്റെ അവസ്ഥ, വരുമാനം നിലയ്ക്കും അല്ലെ, വരുമാനം നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് ആ കുടുംബത്തിന്റെ സ്ട്രക്ചർ തന്നെ മാറിപ്പോകും അല്ലെ. അപ്പൊ അങ്ങനെ അവിടെയൊക്കെ വരുന്ന സാന്ദർഭികമായിട്ട് വരുന്ന ചില ചെലവുകളൊക്കെ കൊടുക്കാനായിട്ട് ക്രിട്ടിക്കൽ ഇൽനെസ് കവർ സഹായിക്കും കേട്ടോ. പിന്നെ വരുന്നതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. പേര് പോലെ തന്നെ എന്താണ്, ആക്സിഡന്റ് പോളിസി കവേഴ്സ് ദ ഇൻഷുർഡ് ഫോർ എക്സ്പെൻസസ് ലയബിൾ ടു ബി പെയ്ഡ് ഓൺലി ഓൺ അക്കൗണ്ട് ഓഫ് ആക്സിഡന്റ് അല്ലെ. ആക്സിഡന്റ് മൂലം ഉണ്ടാവുന്ന പരിക്കുകൾക്ക്, അപകടങ്ങൾക്കൊക്കെ ചെലവുകൾ അതിന് ഇൻഷുറൻസ് കൊടുക്കുക, അതിന് പരിരക്ഷ ഇൻഷുർ ചെയ്ത വ്യക്തിക്ക് പരിരക്ഷ കൊടുക്കുന്ന ഒരു സേവനമാണ് കേട്ടോ, കവറേജ് ആണ്. This is a benefit plan in which the opted cover is paid as a lump sum based on the degree of disability and or death. ഇപ്പൊ നമ്മള് ആക്സിഡന്റ് സംഭവിച്ച് ചിലപ്പോൾ മരണം ഉണ്ടാവാം,
ചില ആളുകൾ ചിലപ്പോ വൈകല്യങ്ങൾ സംഭവിച്ചേക്കാം അല്ലെ, നീണ്ട വർഷങ്ങളോളം അവർക്ക് പിന്നീട് ഒരു വൈകല്യമായിരിക്കും അവരുടെ ജീവിതം. എങ്ങനെയായാലും മരണമായിക്കോട്ടെ, ഇനിയിപ്പോ വൈകല്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ആക്സിഡന്റ് മൂലം വൈകല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈകല്യത്തിന്റെ തോത്, അതിന്റെ ഒരു അളവിനെ അടിസ്ഥാനമാക്കിയിട്ട് ഒരു നിശ്ചിത തുക, ലംസം എന്ന് പറഞ്ഞ ഒരു നിശ്ചിത തുക അവര് ഒറ്റ തവണയായിട്ട് തന്നെ ആർക്ക് കൊടുക്കാണ്, പോളിസി ഹോൾഡർക്ക് പ്രൊവൈഡ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ അതൊരു ബെനിഫിറ്റ് പ്ലാൻ ആണ് ശരിക്കും കേട്ടോ. അതായത് ആ ഒരു മരണം സംഭവിച്ച മരണം സംഭവിച്ചാലും ശരി, അതുപോലെ ഇപ്പൊ മരണമെല്ലാം സംഭവിച്ച് വളരെ വൈകല്യമാണ് വന്നിരിക്കുന്നതെങ്കിൽ ആ ഒരു വൈകല്യത്തിന്റെ അളവിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരു നിശ്ചിത തുക ഒറ്റ തവണയായിട്ട് ആർക്ക് കൊടുക്കാണ്, പോളിസി ഹോൾഡർക്ക് കൊടുക്കാണ്. അതാണ് പേഴ്സണൽ ആക്സിഡന്റ് കവർ. ക്ലിയർ. അടുത്തതാണ് ടോപ്പ് അപ്പ് കവർ. എന്താണ്? ആദ്യത്തെ ലൈൻ അണ്ടർലൈൻ ചെയ്യാട്ടോ. എ ടോപ്പ് അപ്പ് ഹെൽത്ത് കവർ ഇസ് കൺസിഡേർഡ് ആസ് എൻ എക്സ്റ്റൻഷൻ കവർ. അതാണ് അണ്ടർലൈൻ ചെയ്യാട്ടോ. എക്സ്റ്റൻഷൻ കവർ അല്ല കേട്ടോ, എക്സ്റ്റൻഷൻ ഓവർ യുവർ കറന്റ് ഹെൽത്ത് ഓർ ഹോസ്പിറ്റലൈസേഷൻ പോളിസി. നിലവിലുള്ള നമ്മുടെ ഹെൽത്ത് ഹോസ്പിറ്റലൈസേഷൻ പോളിസി ഒരെണ്ണം എടുത്തിട്ടുണ്ടെന്നിരിക്കട്ടെ, അപ്പൊ അതിന്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് എന്ത്, ഈ പറയുന്ന ടോപ്പ് അപ്പ് കവർ എന്ന് പറയുന്നത്. This policy can be considered as an add-on cover. കണ്ടോ, എക്സ്റ്റൻഷൻ കവർ അഥവാ ആഡ് ഓൺ കവർ ആണ് ടു യുവർ ദ കറന്റ് ഹോസ്പിറ്റലൈസേഷൻ പോളിസി. കാര്യം എന്താണ്? ഇൻ കേസ് ഓഫ് ഹയർ എക്സ്പെൻസസ് ഡ്യൂ ടു ഇൽനെസ് ഓർ ആക്സിഡൻസ്, when the existing policy sum insured gets exhausted, a top-up cover takes care of the extra expense. നമ്മൾ എടുത്തിട്ടുള്ള ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയിലുള്ള തുക തീർന്നു എന്ന് വിചാരിക്കും, അതിനൊരു പരിധി ഉണ്ടാവുമല്ലോ. ആ ഒരു പരിധി പ്രകാരം മുഴുവൻ തുകയും നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞു. പക്ഷെ അതിന് പുറത്തേക്ക് വരുന്ന പിന്നീട് വരുന്ന മെഡിക്കൽ എക്സ്പെൻസുകളൊക്കെ എന്തിലും നമുക്ക് എന്താ പറയാ കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. ടോപ്പ്-അപ്പ് കവറിലൂടെ കോമ്പൻസേറ്റ് ചെയ്ത് പോവാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? 5 ടൈപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അടുത്തതാണ് ഇത് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാല് അതൊരു ശരിക്കും നമ്മുടെ ഗവൺമെന്റ് തന്നെ എന്താണ് നമ്മുടെ പൗരന്മാർക്ക് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് താമസിക്കുന്ന വ്യക്തികൾക്കൊക്കെ കൊടുക്കുന്ന ഒരു ഇൻഷുറൻസ് എന്താ പറയാ ആനുകൂല്യം അല്ലെങ്കിൽ ഒരു സ്കീം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അതാണ് എന്ത്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് കേട്ടോ. ഗവൺമെന്റ് തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ചില ഇൻഷുറൻസ് ആനുകൂല്യങ്ങളാണ്. പ്രത്യേകിച്ച് എന്താണ്? അസംഘടിത മേഖലയിൽ പ്രവർത്തിക്കുന്ന തൊഴിലാളികൾ കേട്ടോ. തൊഴിലാളികൾ, അസംഘടിത മേഖല എന്ന് പറയുന്നത് എന്താണ്? നിർമ്മാണ തൊഴിലാളികള്, വഴിയോര കച്ചവടക്കാര്, വീട്ടുജോലിക്കാർ, അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ, ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ്. ഓക്കെ, അവര് അത് മാത്രമല്ല പിന്നെ BPL, നോൺ BPL ഫാമിലീസ് ഒക്കെ ഉണ്ടാവും അല്ലെ. BPL എന്താ? ബിലോ പോവർട്ടി ലൈൻ അല്ലെ, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. ചിലവര് BPL അല്ലെങ്കിൽ കൂടിയും ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ളവരെയൊക്കെ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിട്ട് അല്ലെങ്കിൽ അവർക്കൊരു ഇൻഷുറൻസ് പരിരക്ഷ കൊടുക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റ് തന്നെ ന്യൂ ഇൻഷുറൻസ് പോളിസി ഓക്കെ ഷംസിയ 70+ ഏജ് ഉള്ളവർക്ക് ഇപ്പൊ വന്നിട്ടുണ്ട്. നമ്മൾ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇതൊക്കെ എന്താണ്? ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. ഏറ്റവും നല്ല എക്സാമ്പിൾ നമ്മുടെ ESI ഒക്കെ ഇല്ലേ, എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ്, അതൊക്കെ അതിനുള്ളതാണ്, എക്സാമ്പിൾ ആണ്. അപ്പൊ നമ്മൾ പഠിക്കുന്നത് എന്താണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. It is an insurance program that meets at least one of the following 3 conditions. താഴെ 3 കണ്ടീഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ആ ഒരു കണ്ടീഷൻസിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻസ് നിറവേറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാല് താഴെ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? 3 പോയിന്റ് എന്താണ്? ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകളാണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകതകൾ, അതിന്റെ ഒരു സവിശേഷതകളാണ് അതിനകത്ത് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. എന്താണ്? പാർട്ടിസിപ്പേഷൻ ഇൻ ദ പ്രോഗ്രാം ഈസ് മാൻഡേറ്ററി ഐദർ ബൈ ലോ ഓർ ബൈ ദ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്. ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്തിരിക്കണം? ഈ ഒരു പ്രോഗ്രാം, ഏത് പ്രോഗ്രാമില്? സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമില് ആളുകള് എന്തെടുത്തിരിക്കണം? പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം.
ഓക്കെ, അത് ഒരു മാൻഡേറ്ററി ആണ്, നിർബന്ധമാണ്. ഓക്കെ, ഒന്നില്ലെങ്കിൽ പൈതലോ നിയമപ്രകാരം. നിയമപ്രകാരം എന്താണ്, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പൗരന്മാരും താമസക്കാരും ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിന് പങ്കാളികളാണെന്ന് സർക്കാർ നിർബന്ധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഓഫ് എംപ്ലോയ്മെന്റ്, തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഒരു എംപ്ലോയർ ആരാണ്, തൊഴിലുടമ അല്ലെ, തൊഴിലുടമ തങ്ങളുടെ തൊഴിലാളികളോട്, എംപ്ലോയീസിന്റെ അടുത്ത് എന്താണ്, ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമില് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്ന് തൊഴിലുടമകളും അവരെന്ത് ചെയ്യുന്നുണ്ട്, നിർബന്ധിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ പറയുന്ന അത്രയേ ഉള്ളൂ, ഓരോ പൗരന്മാരും നമ്മുടെ രാജ്യത്തെ താമസക്കാരും ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് അല്ലെ. ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ പറയുന്ന തൊഴിൽ സംബന്ധമായിട്ടുള്ള അവിടുന്ന് ആ ഒരു തൊഴിൽ വ്യവസ്ഥ പ്രകാരം ഈ പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. ഇറ്റ് ഈസ് മാൻഡേറ്ററി, അത് നിർബന്ധമാണ് കേട്ടോ. അപ്പൊ അത് ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഒരു കണ്ടീഷൻ ആണ് പറയുന്നത്. രണ്ടാമത്തെ പോയിന്റ് ഇതാണ്, the program is exercised on behalf of a group and limited to group members. ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പിന് വേണ്ടി പ്രയോഗിക്കുകയും ഗ്രൂപ്പ് മെമ്പേഴ്സിലേക്കായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. എന്ന് പറഞ്ഞത് വ്യക്തികൾക്ക് എന്നതിനേക്കാൾ ഉപരി കൂടുതൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെയുള്ളൊരു വിഭാഗത്തിനാണ് ഈ ഒരു ഇൻഷുറൻസ് പോളിസി. ഇറ്റ്സ് എ ഗ്രൂപ്പ് പോളിസി തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഗവൺമെന്റ് കൊടുക്കുന്നതാണ്. അവിടെ എന്ന് പറയുമ്പോൾ വ്യക്തികൾ ഉൾപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് ആ ഒരു പരിരക്ഷ അവർ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് ഒരു ഗ്രൂപ്പിൽ പ്രയോഗിക്കപ്പെടുകയും ഗ്രൂപ്പിലെ മെമ്പേഴ്സിലേക്കായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് പോളിസിയാണ് കേട്ടോ, എന്ത്, സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. ഓക്കെ, പിന്നെന്താണ്, an employer makes a contribution to the program on the behalf of an employee. Okay, ഈ എംപ്ലോയർ എന്ന വാക്കും എംപ്ലോയി എന്ന വാക്കും മാറിപ്പോകരുത് കേട്ടോ. എംപ്ലോയർ എന്ന് പറഞ്ഞ തൊഴിലുടമയാണ് കേട്ടോ. എംപ്ലോയി എന്ന് പറഞ്ഞാൽ ആരാണ്, ജീവനക്കാര് കേട്ടോ, ശ്രദ്ധിക്കണേ, മാറിപ്പോകരുത്. അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത്, ഒരു എംപ്ലോയർ, ഒരു തൊഴിലുടമ എന്ത് ചെയ്യുന്നുണ്ട്, തന്റെ എംപ്ലോയീസിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക പ്രീമിയം ആണ് കേട്ടോ, ഒരു നിശ്ചിത എമൗണ്ട് അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഇൻഷുറൻസിലേക്ക് സംഭാവന ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മള് ഇത് പഠിച്ചില്ലേ, എത്തിക്സ് ആൻഡ് ലീഗൽ ഇഷ്യൂസ് പഠിച്ചില്ലേ. അപ്പൊ നമ്മൾ കുറെ ലോകളൊക്കെ പറയാം. PF കുറിച്ച് പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? PF ESI ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ PF നമ്മൾ പറഞ്ഞു തൊഴിലുടമയും തൊഴിലാളിയും ഒരേ തുക തന്നെ എന്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതുപോലൊരു സംഭവമാണ് ഈ പറയുന്നത്. തൊഴിലുടമ അങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, തൊഴിലുടമ ആ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, തന്റെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ആ ഒരു ഇൻഷുറൻസിന്റെ പ്രീമിയം ഉണ്ടല്ലോ, ആ പ്രീമിയത്തിന്റെ ഒരു ഭാഗം ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, തൊഴിലുടമയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിന്റെ പ്രത്യേകതകളാണ്, ഒരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് നിറവേറ്റുന്ന ചില കണ്ടീഷൻസുകളാണ് നമ്മൾ ഈ പറഞ്ഞത്. മനസ്സിലായല്ലോ? ഒന്നില്ലെങ്കിൽ നിയമപ്രകാരം അല്ലെങ്കിൽ തൊഴിൽ വ്യവസ്ഥ പ്രകാരം എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമുകളിൽ എല്ലാ വ്യക്തികളും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരിക്കണം. രണ്ടാമത്തത്, ഒരു ഗ്രൂപ്പിൽ പ്രയോഗിക്കുകയും ഒരു ഗ്രൂപ്പിലെ മെമ്പേഴ്സിലേക്കായിട്ട് പരിമിതപ്പെടുത്തിയിരിക്കുകയും ചെയ്യുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പ്രോഗ്രാമാണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഒരു ഇൻഷുറൻസിലേക്ക് അതിന്റെ പ്രീമിയത്തിന്റെ ഒരു ഭാഗം തൊഴിലുടമ തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആർക്ക് വേണ്ടിയിട്ട്, തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട്. രണ്ടുപേരും കോൺട്രിബ്യൂട്ട് ചെയ്യും കേട്ടോ, തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലുടമയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, പക്ഷെ എടുത്ത് പറയുന്നുണ്ട് തൊഴിലുടമയും അവിടേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലിയർ ആണോ? ഈ മൂന്ന് കാര്യങ്ങൾ മനസ്സിലായോ നിങ്ങൾക്ക്? ക്ലിയർ ആയോ? ഓക്കെ, നിങ്ങൾക്ക് പഠിത്തം തുടങ്ങിയില്ല, ഇപ്പൊ തന്നെ എല്ലാവരും ലെഫ്റ്റ് ചെയ്ത് പോവാണ്. അപ്പൊ എന്തായാലും ഇരിക്കുന്നവര് ശ്രദ്ധിക്കാം കേട്ടോ. നോക്കാം, ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് ഓഫ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസുകൾ. ഇനി നമ്മള് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകൾ അല്ല, അതിന്റെ പ്രയോജനങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ് അല്ലെ, സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ധാരാളം പ്രൈവറ്റ് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്, അതുപോലെ തന്നെ എന്താണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പഠിക്കുന്നത് ഒരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ ബെനിഫിറ്റുകൾ, അതിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്. അത് എളുപ്പമാണ് കേട്ടോ, എല്ലാം എളുപ്പമാണ്. ഒന്നാമത്തെ എന്താണ്,
ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീംസ് ആർ ഓഫേർഡ് അറ്റ് എ ലോ കോസ്റ്റ് അല്ലെ. ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ ലോ കോസ്റ്റ്, വളരെ താഴ്ന്ന ചെലവിൽ വാഗ്ദാനം ചെയ്യുക എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു ചെറിയ ഒരു പ്രീമിയം തുകയിലൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഗവൺമെന്റ് ഇൻഷുറൻസ് പോളിസി ഒക്കെ എടുക്കാനായിട്ട് സാധിക്കും. എന്ന് പറഞ്ഞാൽ ഏത് സാധാരണക്കാരനും അഫോർഡബിൾ ആവുന്ന രീതിയിൽ കേട്ടോ. അപ്പൊ അതാണ് ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുകൾ ഇപ്പോഴും ഒരു ലോ കോസ്റ്റ് ആണ് വാഗ്ദാനം ചെയ്യുന്നത്. ചെറിയ കോസ്റ്റിൽ ഒരു പ്രീമിയം തുടങ്ങിയിട്ട് നമുക്ക് ആ ഇൻഷുറൻസ് എടുക്കാനുള്ളൊരു ഇത് നമുക്ക് അതിനകത്ത് കിട്ടും കേട്ടോ. അടുത്തത് എന്താണ്, BPL families can also get off insurance benefit with this policy. BPL എന്ന് പറഞ്ഞാൽ എന്താണ്, ബിലോ പോവർട്ടി ലൈൻ ആണ് അല്ലെ. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള അത്തരം കുടുംബങ്ങൾക്കും ഈ ഒരു പോളിസി ആനുകൂല്യങ്ങൾ ലഭിക്കുമെന്നാണ് പറയുന്നത്. മൂന്നാമത്തത്, the policy guarantees coverage for the poor people. പാവപ്പെട്ട ആളുകൾക്ക് അല്ലെ, പാവപ്പെട്ട ആളുകൾക്കും ഈ ഒരു പോളിസി എന്ത് കൊടുക്കുന്നുണ്ട്, ആനുകൂല്യങ്ങൾ നൽകുന്നുണ്ട്. പിന്നെ അടുത്തത് എന്താണ്, the policy consists of treatment in both the private and government hospitals for better health care. ഇതൊരു ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം ആയതുകൊണ്ട് ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ മാത്രമേ ആനുകൂല്യം കിട്ടുന്നൊന്നുമില്ല കേട്ടോ. അത് സ്വകാര്യ ആശുപത്രികളിലായാലും നമ്മുടെ സർക്കാർ ആശുപത്രികളിലായാലും ഈ ഒരു ആനുകൂല്യം, അതും ഫോർ ബെറ്റർ ഹെൽത്ത് കെയർ അല്ലെ, നമുക്കൊരു നല്ല ഉയർന്ന പരിചരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് രണ്ടും എന്ത് ചെയ്യാം, ഈ ഒരു പോളിസി നമുക്ക് ഉപയോഗപ്പെടുത്താം എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ എന്താണ് എന്താ പറയുക പ്രയോജനങ്ങളാണ്. ഏറ്റവും ലോ കോസ്റ്റിൽ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ പ്രീമിയം തുകയ്ക്കൊക്കെ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റും. പിന്നെ പാവപ്പെട്ട ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഫാമിലീസിന് ഈ പോളിസിയുടെ ആനുകൂല്യം ലഭിക്കുന്നുണ്ട്. പാവപ്പെട്ട വ്യക്തികൾക്ക് ലഭിക്കുന്നുണ്ട്. സ്വകാര്യ ഹോസ്പിറ്റലിലും സർക്കാർ ആശുപത്രികളിലും നമുക്കിത് പ്രയോജനപ്പെടുത്താനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മുടെ ഡിസംബർ ഒക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാത്തിനും പറ്റും. ഗവൺമെന്റ് ഹോസ്പിറ്റൽ മാത്രമല്ല, ഒത്തിരി സ്വകാര്യ ആശുപത്രികളിലും നമുക്ക് ട്രീറ്റ്മെന്റിനുള്ള ചെലവ് കിട്ടും കേട്ടോ. അത്രയും കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ESIനെ കുറിച്ചാണ് കേട്ടോ. ESI, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം കേട്ടോ. ഫുൾ ഫോം പഠിച്ചു വെക്കണേ. എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, ഇതാണ് ESI. അപ്പൊ ഇതിനകത്ത് എത്ര പോയിന്റ് ഉണ്ട്, 5 പോയിന്റ് ഉണ്ട്. ഈ 5 പോയിന്റിനകത്തും ഒരുപാട് പോയിന്റുകൾ ഉണ്ട് കേട്ടോ. അപ്പൊ അത് ഒന്ന് ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കണം. ഇത് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. നമ്മള് മറ്റേ ലീഗൽ ആൻഡ് എത്തിക്സ് ഇത് പഠിച്ചത് ചാപ്റ്റർ പഠിച്ചത് കുറച്ച് നമ്മൾ ചെറുതായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. ESIനെ കുറിച്ച് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് നോക്കാം കേട്ടോ. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1948 the employee state insurance scheme ESIS കേട്ടോ. ലാസ്റ്റത്തെ എസ് എന്താണ്, സ്കീമാണ്. gives both cash and medical benefits. അതായത് 1900 നമ്മൾ അവിടെ പഠിച്ചതാണ് കേട്ടോ. 1948 ESI ആക്ട് വന്നത്. 1948 എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്ത് ചെയ്തത്, സ്ഥാപിതമായത് അല്ലെ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് പണവും അതുപോലെ മറ്റ് മെഡിക്കൽ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ എന്താണ്, ദ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ESIC കൺട്രോൾസ് ദ സ്കീം. ആരാണ് ഈ സ്കീം കൺട്രോൾ ചെയ്യുന്നത്, ഈ സ്കീമിന്റെ റെഗുലേഷൻസ് ഒക്കെ ആരാണ് കൺട്രോൾ ചെയ്യുന്നത്, ESIC ആണ് അല്ലെ. എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് അതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ എന്താണ്, ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് ബോഡി ലെഡ് ബൈ ദ യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആസ് ചെയർമാൻ ആൻഡ് ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. എന്താണ് പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതായത് നമ്മള് ESIC എന്ന് പറയുന്നത് എന്താണ്, അതൊരു കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. പൂർണ്ണമായിട്ടും ഗവൺമെന്റ് അല്ല, കുറച്ച് കോർപ്പറേറ്റും ബാക്കി ഗവൺമെന്റും ആണ്. അതാണ് അർദ്ധ സർക്കാരായിട്ടുള്ള ഒരു എന്താ പറയാ സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ESIC എന്ന് പറയുന്നത്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത്, അതിന്റെ ചെയർമാൻ ആരായിരിക്കും, അത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും കേട്ടോ. ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ്, അതായത് കേന്ദ്ര തൊഴിൽ മന്ത്രി ഉണ്ടല്ലോ, ആരാണ് അതിപ്പോഴത്തെ മൻസുഖ് മാണ്ഡവ്യാണ് കേട്ടോ. മൻസുഖ് മാണ്ഡവ്യാണ്, അദ്ദേഹമാണ് അതിന്റെ ചെയർമാൻ കേട്ടോ. പേരൊന്നും പഠിക്കേണ്ട, നിങ്ങൾ മനസ്സിലാക്കി വെക്കാം. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആണ് കേട്ടോ, കേന്ദ്ര തൊഴിൽ മന്ത്രിയാണ്. അതുപോലെ തന്നെ അതിന്റെ ഡയറക്ടർ ജനറൽ ആസ് ദ ചീഫ് എക്സിക്യൂട്ടീവ്. ഡയറക്ടർ ജനറൽ എന്തായിരിക്കും, ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ആയിരിക്കും കേട്ടോ. ആരാണെന്നറിയോ, അശോക് കുമാർ സിംഗ് ആണ് കേട്ടോ. നിലവില് ഈ പറയുന്ന ഡയറക്ടർ ജനറൽ അഥവാ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫ് ESIC എന്ന് പറയുന്നത് അശോക് കുമാർ സിംഗ് ആണ്. ചോദിക്കില്ല, ജസ്റ്റ് അറിഞ്ഞിരിക്കാം കേട്ടോ. അശോക് കുമാർ സിംഗ് ആണ്.
അപ്പൊ മനസ്സിലാക്കാം ആ ഒരു പോയിന്റിൽ നിന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ചോദിക്കാം. എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് നിങ്ങളോട് ചോദിക്കാം, ESI ആക്ട് എന്താണ് നിലവിൽ വന്നത്? അത് നമ്മൾ അവിടെയും പഠിച്ചതാണ്, 1948, 1948. രണ്ടാമത് പഠിച്ച പോയിന്റ് എന്താണ്? ഇത് ആളുകൾക്ക് പണവും മറ്റ് എന്താ പറയാ മെഡിക്കൽ ബെനിഫിറ്റ്സ് അല്ലെ മെഡിക്കൽ ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. രണ്ടാമത്തെ പോയിന്റ്. മൂന്നാമത് നമ്മൾ എന്തായാലും പഠിച്ചത് അതിന്റെ ആ ഒരു സ്കീമിനെ റെഗുലേറ്റ് ചെയ്യുന്നത് ആരാണ്? അത് ESIC ആണ് അല്ലെ, എംപ്ലോയ്മെന്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ആണ് അതിന്റെ കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നത്. പിന്നെ നാലാമത്തെ പോയിന്റ് നമ്മൾ എന്താ പറഞ്ഞത്? ഇറ്റ് ഈസ് എ കോർപ്പറേറ്റ് സെമി ഗവൺമെന്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് അല്ലെ, ഇതൊരു കോർപ്പറേറ്റ് അർദ്ധ സർക്കാർ ഒരു എന്താ പറയുക സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പിന്നെ അഞ്ചാമത് പഠിച്ചത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഓഫ് ലേബർ ആയിരിക്കും. അതിന്റെ ചീഫ് എക്സിക്യൂട്ടീവ്, ESICയുടെ ചീഫ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ഡയറക്ടർ ജനറൽ ആയിരിക്കും. ഓക്കെ, അതിൽ നിന്ന് 5 പോയിന്റുകൾ ആ ഒരു ഇനത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് പഠിക്കുമ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ച് ഫോക്കസ് ചെയ്ത് പഠിക്കും. ഓക്കെ, സെക്കൻഡ് പോയിന്റ് ഇതാണ്, to make use of the sickness benefit, the employee has to have worked for 78 days before the sickness. അപ്പൊ 78 days ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതായത് ആളുകൾക്ക് ആ ഒരു എന്താ പറയാ സിക്നെസ് ബെനിഫിറ്റ് അല്ലെ, ആ രോഗ ആനുകൂല്യം ലഭിക്കണമെങ്കിൽ രോഗം വരുന്നതിന് മുൻപ് അവർ 78 ദിവസമെങ്കിലും അവർ എന്ത് ചെയ്തിരിക്കണം? അവിടെ ജോലി ചെയ്തിരിക്കണം. ഓക്കെ, ഒരു 50 ദിവസം ജോലി ചെയ്ത വ്യക്തിക്ക് ഒരിക്കലും എന്ത് കിട്ടില്ല? സിക്നെസ് ആനുകൂല്യങ്ങൾ കിട്ടില്ല. സിക്നെസ് ആനുകൂല്യങ്ങൾ അഥവാ ഈ രോഗ ആനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ ആ ഒരു വ്യക്തി ആ രോഗം വരുന്നതിന് മുൻപായിട്ട് ഒരു 78 ദിവസമെങ്കിലും അവര് വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, ഇപ്പൊ 78 ഡേയ്സും സിക്നെസ് ബെനിഫിറ്റും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാൻ. ആ ഡേയ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എത്ര എണ്ണാണെന്നുള്ളത് കേട്ടോ. Similarly, ഇതുപോലെ to make use of the maternity benefit, the woman has to have worked for 70 days before availing the benefit. സ്ത്രീകളുടെ കേസ് വരികയാണെങ്കിൽ അവർക്ക് എന്ത് കിട്ടും? പ്രസവാനുകൂല്യങ്ങൾ കിട്ടും അല്ലെ. അപ്പൊ പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കണമെങ്കിൽ അവരെന്ത് ചെയ്തിരിക്കും? 70 ദിവസമെങ്കിലും അവിടെ വർക്ക് ചെയ്തിരിക്കണം. ഓക്കെ, സിക്നെസ് ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ അത് പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ ആര് തന്നെയാണെങ്കിലും അവര് 78 ദിവസം അവിടെ വർക്ക് ചെയ്തിരിക്കണം. മെറ്റേണിറ്റി പ്രസവാനുകൂല്യങ്ങൾ ലഭിക്കാനായിട്ട് അവര് എന്താണ് 70 ദിവസമെങ്കിലും ആ സ്ത്രീകൾ അവിടെ വർക്ക് ചെയ്തിരിക്കണം. എന്നാൽ മാത്രമേ ആനുകൂല്യങ്ങൾ നമുക്ക് ESI ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ. ഇതൊരു കണ്ടീഷനാണ് കേട്ടോ. മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, പ്രൈമറിലി ഡിസൈൻഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ്. ശ്രദ്ധിക്കാം കേട്ടോ. അടുത്തത് എന്താണ്? മൂന്നാമത്തെ പോയിന്റ് എന്താണ്? പ്രൈമറിലി ഡിസൈൻഡ് ടു ഹെൽപ്പ് ഫാക്ടറി വർക്കേഴ്സ് ഹാൻഡിൽ ദ എക്സ്പെൻസസ് ഫോളോയിങ് ആക്സിഡന്റ്സ് ആൻഡ് ഒക്യുപേഷണൽ ഹസാർഡ്സ്. ഈ ഒരു പോയിന്റ് നമ്മൾ എവിടെയും പറഞ്ഞിട്ടുണ്ട്. എത്തിക്കൽ ആൻഡ് ലീഗൽ ഇഷ്യൂസ് ചാപ്റ്ററിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് പ്രധാനമായിട്ടും നമ്മുടെ ഫാക്ടറി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അല്ലെ, നമ്മുടെ ആ പേരിൽ തന്നെ എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് എന്നാണ് പറയുന്നത്. എംപ്ലോയീസിന് വേണ്ടിയിട്ടുണ്ട്, പ്രത്യേകിച്ച് ഫാക്ടറി തൊഴിലാളികൾക്ക് അവർക്ക് ഉണ്ടാവുന്ന അപകടങ്ങൾ, അപ്പൊ അതും തൊഴിൽ സാഹചര്യങ്ങളിൽ നിന്ന് ചിലപ്പോൾ അപകടങ്ങൾ സംഭവിക്കും, മരണം സംഭവിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ഫാക്ടറി വർക്കേഴ്സിന് ഈ പരിക്കോ അപകടങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോ അത്തരം മെഡിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തൊരു സ്കീമാണ്, ഒരു പദ്ധതിയാണ്. ഈസ്റ്റേൺ ഗവൺമെന്റ്. അതെ, ഫാക്ടറി തൊഴിലാളികൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ ഒരു ഫാക്ടറി നമ്മുടെ കേരളത്തിൽ കുറവാണ്, ഇല്ലാന്നല്ല ഉണ്ട്, പക്ഷെ നമ്മുടെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് കേരളം വിട്ടു കഴിഞ്ഞാൽ ഒത്തിരി എന്താ പറയാ ഫാക്ടറികളൊക്കെ ഒരുപാട് ഉള്ള ഒരു സ്ഥലമാണ് അല്ലെ. അപ്പൊ അവിടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ തന്നെ പലപ്പോഴും കേട്ടിട്ടില്ലേ, ഫാക്ടറികളിൽ തീപിടുത്തമുണ്ടായി ആളുകൾ മരിക്കുന്നത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അപകടങ്ങൾ അവർക്ക് സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന മെഡിക്കൽ ചെലവുകളൊക്കെ വഹിക്കാനായിട്ട് അതിനുവേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള അത് ഒരു എന്താ പറയുക ഇൻഷുറൻസ് പദ്ധതിയാണ് ESI. എംപ്ലോയീസ് എന്നാണ് ആ പേര് കേട്ടോ. എംപ്ലോയീസിനാണ് അവിടെ ഫോക്കസ് ചെയ്യുന്നത്, എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ്. ക്ലിയർ? ഓക്കെ, അടുത്ത എന്താണ്? The employee state insurance scheme is available for the workers employed in different factories in India. അതായത് നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഫാക്ടറികളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എന്ത് ആനുകൂല്യം ലഭ്യമാണ്? ESI ആനുകൂല്യം ലഭ്യമാണ്. ഓക്കെ, എന്ന് നോക്കുക കേട്ടോ. അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്, ആ ഒരു ഇത് നോട്ട് ചെയ്ത് വെക്കാം. The workers drawing wages not in excess of 21,000 per month. ആ 21,000 ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. 21,000 per month can take part in this scheme.
ഇനി ആർക്കാണ് ഈ സ്കീം ലഭിക്കുന്നത്? അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ESI ആനുകൂല്യം എല്ലാവർക്കും കിട്ടുമോ? എല്ലാവർക്കും കിട്ടില്ല. പ്രതിമാസം ശ്രദ്ധിക്കട്ടെ, കാരണം എന്താണ് പറയുന്നത്, പ്രതിമാസം 21,000 രൂപ വേതനത്തിന് താഴെ ലഭിക്കുന്ന ജീവനക്കാർക്കാണ് ഈ ഒരു പദ്ധതിയുടെ പങ്കാളികളാവാനായിട്ട് എലിജിബിൾ ആവുന്നത്. മനസ്സിലായോ? അതായത് പ്രതിമാസം 21,000 രൂപ, അതിൽ താഴെയോ വരുമാനമുള്ളവർക്ക് മാത്രമേ എന്ത് ആനുകൂല്യങ്ങൾ ലഭിക്കുള്ളൂ? ESI ആനുകൂല്യം ലഭിക്കുള്ളൂ. ആദ്യമൊക്കെ തുടക്കമൊക്കെ ആദ്യം എന്തായിരുന്നു? 15,000 രൂപ വരെയൊക്കെയായിരുന്നു എന്താ പറയാ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതിന്റെ ആ ഒരു റേറ്റ് കൂട്ടി 21,000 വരെ ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ പ്രതിമാസം 21,000 രൂപയിൽ താഴെ വേതനമുള്ളവർക്ക് മാത്രമേ ESI ആനുകൂല്യങ്ങള് ലഭിക്കുള്ളൂ. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത പോയിന്റ് ഇതാണ്, എംപ്ലോയീസ് ആൻഡ് എംപ്ലോയീസ് ഷെയർ ദ പ്രീമിയം ഫോർ പാർട്ടിസിപ്പേഷൻ ഇൻ ദിസ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം. അപ്പൊ ഇത് ESI എന്ന് പറയുന്ന ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമാണ് കേട്ടോ, അറിയാലോ നിങ്ങൾക്ക്. അപ്പൊ ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമില് എംപ്ലോയർ എന്ന് വെച്ചാൽ തൊഴിലുടമകളും തൊഴിലാളികളും എന്ത് ചെയ്യുന്നുണ്ട്? പ്രീമിയം എന്താണ് ഒരുപോലെ നല്ല പ്രീമിയം അവർ എന്ത് ചെയ്യുന്നുണ്ട്? സംഭാവന ചെയ്യുന്നുണ്ട്. നമ്മൾ PF പറഞ്ഞില്ലേ, PF-നകത്ത് എങ്ങനെയായിരുന്നു? തൊഴിലുടമയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, തൊഴിലാളിയും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും എന്താണ്? ഒരേ തുക തന്നെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവർ രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ രണ്ടും രണ്ട് നിരക്കിലാണ്. മനസ്സിലായി? രണ്ടുപേരും ഒരേ റേറ്റിലല്ല പ്രീമിയം അവിടെ പങ്കിടുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം, അതും ഇമ്പോർട്ടന്റ് ആണ്. Employees pay on an average 0.75% of the wage and employees contribute 3.25% of the wage bill. Employees ആരാണ്? തൊഴിലാളികൾ അല്ലെ. തൊഴിലാളികള് അവരുടെ വേതനത്തിന്റെ ശരാശരി ഏകദേശം ഒരു 0.75%. നോട്ട് ചെയ്ത് വെക്കാട്ട്, അതൊരു ഫിക്സഡ് നമ്പർ ആണ്. 0.75% ആണ് അവർ പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ആര്? തൊഴിലാളികൾ. ഇനി എംപ്ലോയർ എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്? 3.25% ഓഫ് ദ വേജ് ബിൽ. ആ വേതന ബില്ലിന്റെ 3.25% ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. മനസ്സിലായോ പറഞ്ഞത്? രണ്ടു കൂട്ടരും പ്രീമിയത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, PF പോലെ തന്നെ. പക്ഷെ PF-ൽ രണ്ടും ഒരുപോലെയായിരുന്നു, ഒരേ തുകയാണ് അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോ എന്താണ്? ഇവിടെ എന്ന് പറയുമ്പോ രണ്ടു കൂട്ടരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് റേറ്റിലാണ് അല്ലെ. മറ്റേ തൊഴിലാളികളാണെങ്കിൽ 0.75% കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ കൂടുതലും ആരാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? എംപ്ലോയർ ആണ്, തൊഴിലുടമയാണ്. അതിൽ 3.25% ആ ഒരു വേതന ബില്ലില് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു നമ്പർ ഉണ്ടല്ലോ, പെർസെന്റേജ്, അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അതൊന്ന് ഫിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് നോക്കിയേ. അടുത്തത് ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. The employee who is getting daily wage of less than ₹176 shall be excluded from the payment of contribution. അത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. അതായത് ഒരു പ്രതിദിനമാണ് കേട്ടോ, ദിനത്തെ കണക്കാണ് പറഞ്ഞത്. ഡെയിലി വേജസ്, അതായത് പ്രതിദിനം ഒരു 176 രൂപയിൽ താഴെ വേതനമുള്ള ജോലിക്കാർക്ക് എന്ത് ചെയ്യണ്ട? ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട, പ്രീമിയത്തിലോട്ട് കോൺട്രിബ്യൂട്ട്. അവർ ആ ഒരു കോൺട്രിബ്യൂഷനിൽ നിന്നും എന്ത് ചെയ്തേക്കാണ്? എക്സ്ക്ലൂഡ് ചെയ്തേക്കാണ്, ഒഴിവാക്കിയിരിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ദിവസവേതനം 176 രൂപ അതിൽ താഴെ എന്ന് പറയുമ്പോൾ വളരെ തുച്ഛമായിട്ടുള്ള വരുമാനമാണ് അല്ലെ. അവരെ സംബന്ധിച്ച് ആ കിട്ടുന്നതിന് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ അത് പ്രത്യേകം എടുത്ത് അവർ പറയുന്നുണ്ട്, ഒരു ദിവസവേതനം 176 താഴെ വരുമാനമുള്ള ആളുകള് അവരെന്ത് ചെയ്യണ്ട? അത്തരം ജീവനക്കാര് അവരിതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ട. അവരാര് ചെയ്തോളും? എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തോളും. മനസ്സിലായല്ലോ? ഇത്രയുമാണ് ESIയുടെ പ്രത്യേകത. ESI 1948 ആ സ്കീം വന്നത് എന്നൊക്കെയുള്ളത് മനസ്സിലാക്കി വെക്കാം. ഇത് ഇത്രയും പോയിന്റ് ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഈ പോയിന്റുകൾ, ഈ 5 പോയിന്റ് ക്ലിയർ ആണെങ്കിൽ ഒന്ന് പറഞ്ഞ്. ക്ലിയർ ആണെങ്കിൽ ഓക്കെ ആണ്. ശരി. ഇനി അടുത്തതാണ് ബെനിഫിറ്റ്സ് കേട്ടോ. അടുത്ത പോയിന്റ് എന്താണ്? ബെനിഫിറ്റ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്. ESI എന്താണെന്ന് മനസ്സിലായി. ESIയുടെ ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ്? പ്രയോജനങ്ങൾ കേട്ടോ. അപ്പൊ ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഒരു കാര്യം നമുക്കറിയാം, ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട് അല്ലെ. മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ടെന്ന് നമുക്കറിയാം. എന്തൊക്കെയാന്ന് നോക്കാം. സിക്നെസ് ബെനിഫിറ്റ്, പിന്നെ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്, ഓക്കെ, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്, മെറ്റേണിറ്റി ബെനിഫിറ്റ്, പ്രസവാനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്,
ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, അതൊന്നും നമ്മൾ അധികം കേൾക്കാത്തതാണ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്, വൈകല്യം മൂലമുണ്ടാകുന്ന വൈകല്യത്തിന്റെ പേരിൽ കിട്ടുന്ന ചില ആനുകൂല്യങ്ങള്. അതുപോലെ ഫ്യൂണറൽ ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ, അതായത് മറ്റേ ശവസംസ്കാരത്തിനായിട്ട് അതിന് വേണ്ടി ലഭിക്കുന്ന ബെനിഫിറ്റുകളുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ അതൊരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ്, സോ അതിന് മെഡിക്കൽ ബെനിഫിറ്റ് ഉണ്ട്. അപ്പൊ ഇത് ഓരോന്നും നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഏറ്റവും ആദ്യത്തെ എന്താണ്? സിക്നെസ് ബെനിഫിറ്റ് ആണ് കേട്ടോ. സിക്നെസ് ബെനിഫിറ്റ് എങ്ങനെയാ കിട്ടാം, എങ്ങനെയായിരിക്കും നോക്കി, ഏത് റേറ്റിലാണ് അവർക്ക് സിക്നെസ് ബെനിഫിറ്റ് കൊടുക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. ദ എംപ്ലോയി ഈസ് ഗിവൺ അറ്റ് ദ റേറ്റ് ഓഫ് 70% ഓഫ് ദ ഡെയിലി ആവറേജ് വേജ് ഫോർ എ മാക്സിമം പീരീഡ് ഓഫ് 91 days in 1 year. അതായത് ഒരു വർഷത്തില് പരമാവധി 91 ദിവസം വരെ കേട്ടോ, പരമാവധിയാണ് പറയുന്നത് 91 ദിവസം, അപ്രോക്സിമേറ്റ്ലി ഒരു 3 മാസം നമുക്ക് കണക്കുകൂട്ടാം. ആ ഒരു 91 ദിവസം വരെ അവർക്ക് എന്താണ് ഡെയിലി, അതായത് പ്രതിദിന ശരാശരി വേതനത്തിന്റെ ഒരു 70% അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്, ആനുകൂല്യമായിട്ട് കൊടുക്കുന്നുണ്ട്, സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട്. ഒരു തൊഴിലാളി, അദ്ദേഹത്തിന് ഒരു അസുഖം വന്നു, 3 മാസം അദ്ദേഹം എന്ത് ചെയ്യാണ്, സിക്നെസ് ലീവ് എടുത്ത് പോവാണ്. ഓക്കെ, സിക്നെസ് മൂലം ലീവ് എടുത്ത അയാൾക്ക് 90 ദിവസം, അവിടെ 91 പറയുന്നു, 3 മാസത്തെ ലീവിനാണ് അയാൾ ഇരിക്കുന്നത്. ആ സമയത്ത് ഇയാൾക്ക് എന്ത് കിട്ടുന്ന പറയുന്നത്, അയാളുടെ പ്രതിദിന വേതനത്തിന്റെ ആ ഒരു ശരാശരി വേതനത്തിന്റെ 70% കേട്ടോ, മുഴുവനില്ല, 70% അവർക്ക് എന്തായിട്ട് കൊടുക്കാണ്, ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കും. ഓക്കെ, ആ ഒരു സിക്നെസ് ബെനിഫിറ്റ് അങ്ങനെയാണ് അവർക്ക് കൊടുക്കുന്നത്. കേട്ടല്ലോ. ആവറേജ് വേജ് എന്ന് പറയുന്നത് ഡെയിലി ആവറേജ് വേജ്, ഇപ്പൊ ഡെയിലി ചിലപ്പോൾ നിശ്ചിത തുക ഒന്നും ആവണമെന്നില്ല, വ്യത്യാസം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മള് എത്രയും ദിവസത്തെ എടുത്തിട്ട് വേതനങ്ങൾ കൂട്ടിയിട്ട് അതിന്റെ സം എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്ത്, ആവറേജ് എന്ന് ഉദ്ദേശിക്കുന്നത്, ശരാശരി കേട്ടോ. അപ്പൊ പ്രതിദിന ശരാശരി വേതനത്തിന് 70% അവർക്ക് എന്ത് കൊടുക്കാണ്, ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുക, സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കും. ക്ലിയർ ആയല്ലോ. അപ്പൊ അതിന് നോട്ട് ചെയ്യേണ്ടത് എത്ര പെർസെന്റേജ്, എത്ര നാള് വരെ ഉള്ളതിന് കൊടുക്കും. മാക്സിമം 91 ദിവസം വരെ എത്ര പെർസെന്റേജ് ആണ് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നത്, 70% ആണ് സിക്നെസ് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തതാണെന്ത്, എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. അത് വേറൊന്നുമില്ല, നമ്മൾ ഈ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റ് അത് കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു മാത്രം, എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞാല് അതും ചില അസുഖങ്ങൾക്കും ആ കാലയളവും എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇൻ കേസ് ഓഫ് ഡിസീസസ് ലൈക്ക് ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ, മാലിഗ്നൻസി എക്സെട്ര, ദ സിക്നെസ് ബെനിഫിറ്റ്സ് എക്സ്റ്റെൻഡഡ് ടു 2 years കേട്ടോ. അത് ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി കൊടുത്തിട്ടുണ്ട്, 80% ഓഫ് വേജസ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മള് ചില പ്രത്യേക അസുഖങ്ങൾ, ട്യൂബർകുലോസിസ് ക്ഷയരോഗം വരെയാണ്, ലെപ്രസി കുഷ്ഠരോഗം, ഇപ്പൊ കുഷ്ഠരോഗമൊന്നുമില്ല എങ്കിൽ കൂടിയും ലെപ്രസി, അതുപോലെ തന്നെ ഫ്രാക്ചർ വരാം, മാലിഗ്നൻസി എന്ന് വെച്ചാൽ തീവ്രമായിട്ടുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കേട്ടോ. അപ്പൊ അത്തരം അസുഖങ്ങൾക്കൊക്കെ ഈ സിക്നെസ് ബെനിഫിറ്റ് ഏകദേശം 2 വർഷം വരെ. നമ്മൾ സിക്നെസ് ബെനിഫിറ്റ് സാധാരണ ഒരു 91 ദിവസം 3 മാസമൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ ഇങ്ങനെയുള്ള അസുഖങ്ങൾക്ക്, എല്ലാ അസുഖങ്ങൾക്കും അല്ല, ട്യൂബർകുലോസിസ്, ലെപ്രസി, ഫ്രാക്ചർ അങ്ങനെയുള്ള ചില അസുഖങ്ങൾക്ക് 2 വർഷം വരെ, അതും 80%, അതിനേക്കാളും കുറച്ചുകൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. 80% എന്താ പറയാ, അവരുടെ ആ ഒരു ശരാശരി വേതനത്തിന്റെ 80% അവർക്ക് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കും. അതുകൊണ്ടാണ് എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. നേരത്തെ പറഞ്ഞ സിക്നെസ് ബെനിഫിറ്റിന് തന്നെ ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ അല്ലെ, അത് അവിടെ ഒരു 90 ദിവസത്തെ ആണെങ്കിൽ ഇവിടെ 2 വർഷം വരെ കൊടുക്കുന്നുണ്ട്. അവിടെ 70% ഓഫ് ഇതാണ് കൊടുക്കുന്നെങ്കിൽ ഇവിടെ 80% വേജസ് അവർക്ക് എന്ത് ചെയ്യാണ്, ആനുകൂല്യമായിട്ട് കൊടുക്കുകയാണ്. ക്ലിയർ ആയല്ലോ എക്സ്റ്റെൻഡഡ് സിക്നെസ് ബെനിഫിറ്റ്. അപ്പൊ നോട്ട് ചെയ്യാൻ എത്ര പെർസെന്റേജ് ആണ്, എത്ര കാലയളവാണ്, അതാണ് അവിടെ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതങ്ങോട്ടും കൂടെ മാറിപ്പോകുന്നത്. അടുത്തതാണ് എന്ത്, എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ്. എൻഹാൻസ്ഡ് സിക്നെസ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ള ചില സിക്നെസ് ബെനിഫിറ്റുകളുണ്ട്. അതെന്താ ഉദ്ദേശിക്കുന്നത്, മെച്ചപ്പെട്ട രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് up to 7 days for male beneficiaries and 14 days for female beneficiaries in the event of sterilization. സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, വന്ധ്യംകരണമാണ് കേട്ടോ ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ മറ്റേ എക്യുപ്മെന്റ് സ്റ്റെറിലൈസേഷൻ അല്ല, ഇവിടെ സ്റ്റെറിലൈസേഷൻ ഉദ്ദേശിക്കുന്നത് വന്ധ്യംകരണമാണ് കേട്ടോ. പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്, സ്റ്റെറിലൈസേഷൻ അന്ന് കൂടുതലായിട്ട് ചെയ്യുമായിരുന്നു. കാര്യം ഇന്നത്തെ പോലെയല്ല, ഇതിപ്പോ ഒരു വീട്ടില് കൂടി വന്ന 2 പിള്ളേരൊക്കെ അല്ലേ ഉള്ളൂ. അന്നത്തെ കാലം അങ്ങനെയല്ലല്ലോ, ഒരു വീട്ടില് തന്നെ ഒരുപാട് കുട്ടികൾ അല്ലെ, ഒരുപാട് സംഖ്യ കൂടുതലായിരിക്കും.
ആ കാലങ്ങളിൽ നമ്മൾ ഈ ട്യൂബക്ടമി വാസക്ടമി എന്നൊക്കെ പറയുമല്ലോ ആ സംഭവം കേട്ടോ. അതാണ് സ്റ്റെറിലൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അതെന്ന് പറയുന്നത് സാധാരണ സിക്നസ് അല്ല, കുറച്ചും കൂടെ ഒരു മെച്ചപ്പെട്ട രീതിയിലുള്ള അല്ല ചില കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ബെനിഫിറ്റ് ആണത്. അപ്പൊ അപ് ടു 7 days ഫോർ മെയിൽ ബെനിഫിഷ്യൽ. പുരുഷന്മാർക്കാണെങ്കിൽ 7 ദിവസം വരെയും പിന്നെ എന്താ പറയാ സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെയും എന്ത് കൊടുക്കാറുണ്ട്, ആനുകൂല്യങ്ങള് സിക്നസ് ബെനിഫിറ്റ് കൊടുക്കാറുണ്ട്. അത് എത്ര റേറ്റ് ആണെന്നോ അതൊന്നും പറയുന്നില്ല കേട്ടോ. പക്ഷെ ഇത് നിങ്ങൾ പഠിച്ചു വെക്കാം. എന്ത് പർപ്പസിനാണ്, സ്റ്റെറിലൈസേഷൻ പർപ്പസിനാണ് കേട്ടോ. മദ്യകരണമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ശസ്ത്രക്രിയ അങ്ങനെയൊക്കെ വേണ്ടി വന്നാൽ പുരുഷന്മാർക്ക് ഒരു 7 ദിവസം വരെയും അതുവരെയുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കും. ഓക്കെ, സിക്നസ് ബെനിഫിറ്റ് പോലെ കൊടുക്കും. സ്ത്രീകൾക്കാണെങ്കിൽ 14 ദിവസം വരെ അവർക്കത് ആനുകൂല്യങ്ങൾ കൊടുക്കും. അതാണ് എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വരുന്നതാണ് എന്ത്, മെറ്റേണിറ്റി ബെനിഫിറ്റ് കേട്ടോ. പ്രസവാനുകൂല്യം. എന്താണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാല്, അറ്റ് ദ റേറ്റ് ഓഫ് ഫുൾ വേജസ് ഫോർ എ പീരീഡ് ഓഫ് 180 days in case of pregnancy and 6 weeks in the event of miscarriage or MTP. miscarriage or MTP എന്താണ് പറയുന്നത്, അതായത് സാധാരണ മെറ്റേണിറ്റി ബെനിഫിറ്റ് കൊടുക്കുന്നത് പ്രഗ്നൻസി സമയത്ത് കേട്ടാ. പ്രഗ്നൻസി സമയത്ത് ഒരു 180 ദിവസം ആ ഒരു കാലയളവ് നോട്ട് ചെയ്ത് വെക്കണം കേട്ടാ. 180 ദിവസം തന്നെ ഏകദേശം 4 മാസമൊക്കെയാണ് പറയുന്നത് പ്രഗ്നൻസി. ആ ടൈമില് ഫുൾ വേജസ് ആണ് അവർക്ക് ആനുകൂല്യമായിട്ട് കൊടുക്കുന്നത്. ഇത്ര പെർസെന്റേജ് ഒന്നുമല്ല. മറ്റുള്ളവരൊക്കെ 70-80% ഒക്കെ ആണെങ്കിൽ ഇവിടെ ഫുൾ വേജസ്, ഫുൾ എമൗണ്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്, ആനുകൂല്യമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ. പ്രഗ്നൻസി പീരീഡിൽ 180 ദിവസം വരെ, അതായത് അപ്രോക്സിമേറ്റ്ലി ഒരു 4 മാസമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ 6 weeks ഇൻ ദ ഇവന്റ് ഓഫ് മിസ്കാരേജ് ഓർ MTP. മിസ്കാരേജ് ഓർ MTP. MTP എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി അല്ലെ. പ്രസവം നിർത്തുക, അതുപോലെ തന്നെ അബോർഷൻ, അങ്ങനെയുള്ള കേസുകൾക്കൊക്കെ 6 ആഴ്ചകൾ വരെ കേട്ടോ. 6 ആഴ്ചകൾ വരെ എന്ത് കൊടുക്കാറുണ്ട്, ഫുൾ വേജസ്, ഫുൾ അവരുടെ വേതനം ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അത് അതിൽ ഉൾപ്പെടുന്നതാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് കേട്ടോ. ഓക്കെ, മെറ്റേണിറ്റി ബെനിഫിറ്റ് ക്ലിയർ ആണല്ലോ. അടുത്തതാണ് എന്ത്, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ്. ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വൈകല്യങ്ങൾക്ക് വരുന്ന കൊടുക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട്. അതായത് the temporary disabled person is given 90% of the wages in cash. അതും during the period of disablement. എന്തെങ്കിലും വൈകല്യങ്ങൾ സംഭവിക്കാന്ന് വിചാരിക്കാം. ഓക്കെ, വൈകല്യങ്ങൾ. അപ്പൊ വൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാല് ആ ഒരു എന്താ പറയാ വൈകല്യം ഉണ്ടായ ആ കാലയളവിലുണ്ടല്ലോ, ആ ഒരു കാലയളവിൽ എന്ന് പറഞ്ഞാൽ ടെമ്പററി ഡിസേബിൾഡ് പേഴ്സണെ കൊടുക്കുള്ളൂ കേട്ടോ. പെർമനന്റ് അല്ല, ടെമ്പററി ആയിട്ടുള്ള ഒരു താൽക്കാലികമായിട്ട് ഡിസേബിൾ ആവുന്ന ആ ഒരു പീരീഡില് 90% ഓഫ് വേതനം അവർക്ക് എന്തായിട്ട് കൊടുക്കും, ഡിസേബിൾമെന്റ് ബെനിഫിറ്റ് ആയിട്ട് അവർക്ക് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി, 90% കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു കാലയളവില്, ആ വൈകല്യം ഉള്ള ആ ഒരു കാലയളവില് 90% അവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ നോക്കൂ, ഫ്യൂണറൽ ബെനിഫിറ്റ്, ശവസംസ്കാരത്തിനായിട്ടുള്ള ബെനിഫിറ്റ്. അതായത് ദ എൽഡസ്റ്റ് സർവൈവിംഗ് മെമ്പർ ഈസ് ഗിവൺ ആൻ എമൗണ്ട് ഓഫ് 50,000 ഫോർ ദ ഫ്യൂണറൽ പർപ്പസ്. അതായത് ആ ഒരു കുടുംബത്തിലെ ഏറ്റവും എന്താ പറയുക എൽഡർ ആയിട്ടുള്ള ഏറ്റവും സീനിയർ എന്താ പറയുക മുതിർന്ന ആ ഒരു വ്യക്തിക്ക് കേട്ടോ, ജീവിച്ചിരിക്കുന്ന വ്യക്തി ആയിരിക്കണം, ജീവിച്ചിരിക്കുന്ന ആ ഒരു മുതിർന്ന വ്യക്തിക്ക് 15,000 രൂപ വരെ എന്തിനു കൊടുക്കാറുണ്ട്, ഫ്യൂണറൽ പർപ്പസിനായിട്ട് ആനുകൂല്യമായിട്ട് കൊടുക്കാറുണ്ട്. അപ്പൊ അയാൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും സീനിയർ ആയിട്ടുള്ള മുതിർന്ന ആ ഒരു വ്യക്തിക്ക് എന്താണ് 15,000 രൂപ വരെ ഫ്യൂണറൽ ബെനിഫിറ്റ് കൊടുക്കാറുണ്ട് എന്നാണ് പറഞ്ഞത്. 15,000 രൂപ വരെ ക്യാഷ് അല്ലെ, ക്യാഷ് എന്നൊന്നും പറഞ്ഞില്ല അല്ലെ, 15,000 രൂപ വരെ അവർക്ക് ഫ്യൂണറൽ പർപ്പസിനായിട്ട് കൊടുക്കാറുണ്ട്. ഓക്കെ, അടുത്തത് എന്താണ്, മെഡിക്കൽ ബെനിഫിറ്റ് ആണ്. നമുക്കറിയാലോ ഒരു മെഡിക്കൽ ബെനിഫിറ്റ് കൊടുക്കും. Member of the worker gets the medical cover that include the outdoor treatment specialist services, ambulance services and indoor services. അത് ഓൾറെഡി ESI ഉള്ളതാണ് അല്ലെ. അതായത് ഔട്ട്ഡോർ ട്രീറ്റ്മെന്റ് സ്പെഷ്യലിസ്റ്റ് സർവീസ്, ഔട്ട്പേഷ്യൻ സർവീസുകളായിക്കോട്ടെ, അതുപോലെ ഇൻഡോർ സർവീസസ്, പേഷ്യന്റ് സേവനങ്ങളായിക്കോട്ടെ, പിന്നെ നമ്മൾ പറഞ്ഞ ആംബുലൻസ് സർവീസ്, അത് ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്.
ഇൻഷുറൻസ് കവർ ചെയ്യുന്ന ചെലവുകളിൽ ആംബുലൻസ് റേറ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചു. ആംബുലൻസ് സേവനങ്ങൾക്കൊക്കെയുള്ള എന്താ പറയാ ഒരു മെഡിക്കൽ കവറേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും ബെനിഫിറ്റുകളാണ് ESI-ന് കിട്ടുന്ന ബെനിഫിറ്റുകളാണ് നമ്മൾ ഈ പഠിച്ചത് കേട്ടോ. സിക്നസ് ബെനിഫിറ്റ് ആണെങ്കിൽ 70%, അത് മാക്സിമം 91 ദിവസം വരെ കേട്ടോ. എക്സ്റ്റെൻഡഡ് എന്ന് പറയുമ്പോൾ ആ സിക്നസ് ബെനിഫിറ്റ് കുറച്ചും കൂടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ട് കൊടുക്കണം. അതായത് ചില പ്രത്യേക അസുഖങ്ങൾക്ക് അതും ഒരു 2 വർഷം വരെ കാലയളവിൽ 80% വേജസ് അവർക്ക് എക്സ്റ്റെൻഡഡ് സിക്നസ് ബെനിഫിറ്റ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. എൻഹാൻസ്ഡ് സിക്നസ് ബെനിഫിറ്റ് എന്ന് പറയുമ്പോൾ കുറെ കൂടെ മെച്ചപ്പെട്ട രീതിയിലുള്ളതാണ്. അപ്പൊ അവിടെ എന്ന് പറയുമ്പോൾ പ്രഗ്നൻസി വന്ധ്യീകരണം ചെയ്യുന്ന സന്ദർഭങ്ങളിൽ പുരുഷന്മാർക്ക് 7 ദിവസം വരെയും സ്ത്രീകൾക്ക് 14 ദിവസം വരെയും എന്ത് കൊടുക്കാറുണ്ട്, ആനുകൂല്യം കൊടുക്കാറുണ്ട്. ഇതിൽ ശരിക്കും നോക്കുകയാണെങ്കിൽ ഫുൾ എമൗണ്ട് ബെനിഫിറ്റ് കിട്ടുന്ന ആർക്കാന്ന് പറയും മെറ്റേണിറ്റി ബെനിഫിറ്റിലാണ് കേട്ടോ. മറ്റുള്ളവരൊക്കെ 17, 18, 90 ഒക്കെ അല്ലേ കിട്ടുന്നത്. മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും എന്ത് കൊടുക്കുന്നുണ്ട്, ആ ഒരു ബെനിഫിറ്റ് അവർക്ക് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ പറഞ്ഞത്? മനസ്സിലായോ ഇത്രയും ബെനിഫിറ്റുകള്? ഇനി നോക്കിയ ഒരു ചെറിയൊരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ക്ലാസ് നിർത്താം കേട്ടോ. ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഹൗ ടു കാൽക്കുലേറ്റ് ESI വിത്ത് ആൻ എക്സാമ്പിൾ. നമ്മൾ നേരത്തെ പറഞ്ഞ ആ റേറ്റ് വെച്ചിട്ടാണ് ഇവിടെ കാൽക്കുലേറ്റ്. നമ്മൾ പറഞ്ഞല്ലോ എംപ്ലോയർ ഇത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? 3.25% ആണ് കേട്ടോ, പെർസെന്റേജ് ആണ്. എംപ്ലോയീസ് എത്ര കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ESI-ലോട്ട് 0.75%. അപ്പൊ അതിന്റെ ഒരു ചെറിയൊരു കാൽക്കുലേഷൻ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലെറ്റ് സേ ദ കാൽക്കുലേറ്റഡ് വേജസ് ആസ് പെർ ദ ESI ആക്ട് 1948 is INR 20,000. അപ്പൊ നമ്മളൊരു കാര്യം പറഞ്ഞല്ലോ, 21,000 രൂപയ്ക്ക് താഴെയുള്ളവർക്ക് ESI കിട്ടും. ഒരു ആള് അയാളുടെ ഒരു എന്താ പറയാ മാസ വരുമാനം ഒരു 20,000 രൂപയാണ്. ഈ 20,000 രൂപയ്ക്ക് നമ്മൾ എങ്ങനെയാണ് ESI കാൽക്കുലേറ്റ് ചെയ്യുന്നത്? യൂസിങ് ദ ഫോർമുല. നോക്കിയേ, പർട്ടിക്കുലേഴ്സ് കാൽക്കുലേഷൻ എമൗണ്ട്. നമ്മൾ നേരത്തെ പഠിച്ച ഒരു പോയിന്റ് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ പോയിന്റ് നമ്മൾ പറഞ്ഞില്ല, അത് വെച്ചിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എത്ര രൂപയ്ക്കാണ്? 20,000 രൂപയ്ക്ക്. നോക്കിയേ, എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ആക്ട് 3.25 പഠിച്ചതാണ് അല്ലെ. തൊഴിലുടമകൾ 3.25. 20,000ന്റെ 3.25% എത്രയാണ്? 20,000 ഇൻറ്റു 3.25/100 അല്ലെ. അപ്പൊ എത്ര കിട്ടും? 650 കേട്ടോ, 650. അതുപോലെ എംപ്ലോയീസ് കോൺട്രിബ്യൂഷൻ എത്രയാണ്? 0.75 ആണ്. 20,000ന്റെ 0.75 എത്രയാ? 150 കേട്ടോ. കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും 150. അപ്പൊ ടോട്ടൽ കോൺട്രിബ്യൂഷൻ എത്രയാ ESI-ലോട്ട്? 800 അല്ലെ. എംപ്ലോയറും എംപ്ലോയീസും കൂടിയിട്ട് 800 രൂപയാണ്. എത്ര ശരിക്കും പെർസെന്റേജ് എത്രയാണ്? 4% അല്ലെ. 4% ആണ് എംപ്ലോയറും കൂടിയിട്ട് ESI-ലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതിനകത്ത് കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ആരാണ്? എംപ്ലോയർ. ഓക്കെ, അപ്പൊ ഞാനൊരു ചെറിയ ഹോംവർക്ക് പോലെ നിങ്ങൾക്ക് തരികയാണ്. ഇത് 20,000 രൂപയ്ക്കല്ലേ ചെയ്തത്? നിങ്ങൾ ഒരു കാര്യം ചെയ്ത് 15,000 രൂപയ്ക്കൊന്ന് ESI ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കും കേട്ടോ. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും. ഓക്കെ, 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്രയാണ് ESI കിട്ടിയെന്നുള്ളത് ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെയ്യാം കേട്ടോ. ഒന്നിപ്പോ ഹോംവർക്ക് പോലെ ഇരിക്കട്ടെ. ചെയ്തിട്ട് ഞാൻ ചോദിക്കും കേട്ടോ, ചെയ്ത് വെക്കണം. ക്ലിയർ? അപ്പൊ ശരി, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. കൺക്ലൂഡ് ചെയ്തിട്ട് നിർത്തുകയാണ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞത് ടൈപ്പ് ഓഫ് ഇൻഷുറൻസുകളാണ് അല്ലെ. ഹോസ്പിറ്റലൈസേഷൻ കവർ ഉണ്ട്. അത് ഹോസ്പിറ്റലൈസേഷൻ ചെയ്തതിന് ശേഷം കിട്ടുന്ന അത്തരം ഇതാണ് കേട്ടോ. മെഡിക്കൽ ചെലവുകൾക്ക് പരിരക്ഷ കൊടുക്കുന്നു. ഹോസ്പിറ്റൽ ക്യാഷ് കവർ എന്ന് പറയാൻ പ്രധാനമായിട്ടും നോൺ മെഡിക്കൽ എക്സ്പെൻസസിനാണ് കവറേജ് കൊടുക്കുന്നത്. ക്രിട്ടിക്കൽ ഇൽനെസ് എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള അസുഖങ്ങൾക്ക്, പ്രത്യേക അസുഖങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെയുള്ള അസുഖങ്ങൾക്ക് പരിരക്ഷ കൊടുക്കുന്നു. പേഴ്സണൽ ആക്സിഡന്റ് കവർ, ആക്സിഡന്റിനായിട്ടുള്ള പരിരക്ഷ. ടോപ്പ് അപ്പ് കവർ എന്ന് പറയുമ്പോൾ അറിയാലോ, നിലവിലുള്ള ആ ഒരു ഹോസ്പിറ്റലൈസേഷൻ കവറിലെ സമ്മ് തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നീട് വരുന്ന ഉയർന്ന ചെലവുകൾ ടോപ്പ് അപ്പ് കവറിലൂടെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ കണ്ടീഷൻസ് നമ്മൾ കണ്ടു. ഒന്നില്ലെങ്കിൽ ലോ പ്രകാരം, തൊഴിൽ വ്യവസ്ഥ പ്രകാരം എല്ലാവരും ഇതിന് പങ്കാളികളായിരിക്കണം. പിന്നെ ഒരു ഗ്രൂപ്പിൽ പ്രയോഗിക്കുന്നതും ഗ്രൂപ്പിലെ മെമ്പേഴ്സിലേക്ക് ലിമിറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ഇൻഷുറൻസ് ആണ് സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസ്. പിന്നെ എംപ്ലോയിക്ക് വേണ്ടിയിട്ട് ആ ഒരു പ്രീമിയത്തിന്റെ ഒരു ഭാഗം അവര് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതൊരു സോഷ്യൽ ഹെൽത്ത് ഇൻഷുറൻസിന്റെ പ്രത്യേകത എന്നാണ് കേട്ടോ. ഏറ്റവും നല്ല എക്സാമ്പിൾ ഏതാണ്? ESI ആണ് കേട്ടോ. പിന്നെ ഗവൺമെന്റ് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ നമ്മൾ കണ്ടു. ESI വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അത് കൃത്യമായിട്ട് തന്നെ ആ 5 പോയിന്റുകൾ വരുന്ന പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ഓരോന്നും നോട്ട് ചെയ്ത് പഠിക്കുക. അതിന് കിട്ടുന്ന ബെനിഫിറ്റുകൾ കണ്ടു, എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഹോംവർക്ക് തന്നു. 15,000 രൂപയ്ക്ക് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കുമ്പോൾ കൊണ്ടുവരണം കേട്ടോ. ഓക്കെ.
ഞാൻ അൺമ്യൂട്ട് ചെയ്യാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. തിങ്കളാഴ്ച ഞാനായിരിക്കും കേട്ടോ ക്ലാസ്. നിങ്ങൾക്ക് 1.5 മണിക്കൂർ ക്ലാസ് ഉണ്ടാവുള്ളൂ. ആതിര മിസ്സിന്റെ കല്യാണമാണല്ലോ ഞായറാഴ്ച. അപ്പൊ ആതിര മിസ്സിന് വരാൻ പറ്റില്ല മറ്റേ. അപ്പൊ ആതിര മിസ്സിന് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാനായിരിക്കും കേട്ടോ ക്ലാസ് ഉണ്ടാവുക. 1.5 മണിക്കൂറാണ് കേട്ടോ. 1.5 മണിക്കൂർ എന്നെ സഹിക്കാനായിട്ട് ക്ഷമിച്ച് നിങ്ങൾ പോരും. ഓക്കെ, അത് ശരി കേട്ടാ. ഓക്കെ, അത് നമുക്ക് മൺഡേ കാണാം. താങ്ക് യു. ആതിര മിസ്സിന് ഓക്കെ ആയോന്ന് വെച്ചാൽ കുഴപ്പമില്ല. ഇന്നലത്തെ ലീവാണ് കേട്ടോ. ഇന്നലെ ജസ്റ്റ് രാവിലെ വന്ന് പോയി. കുഴപ്പമില്ല. ഇപ്പൊ കല്യാണത്തിന്റെ തിരക്കായല്ലോ. ഓക്കെ, അപ്പൊ സൺഡേ ആണ് കല്യാണം കേട്ടാ. ഓക്കെ, അപ്പൊ മൺഡേ മിസ് എന്തായാലും വരില്ല. അപ്പൊ ആ ക്ലാസ് ഞാനായിരിക്കും കേട്ടോ ഹാൻഡിൽ ചെയ്യുന്നത്. 1.5 മണിക്കൂർ ഉണ്ടാവും കേട്ടോ. അപ്പൊ ശരി എന്നാ. ഓക്കെ, താങ്ക് യു.